അതിനാണ് നമ്മൾ യോഗ സഹായിക്കുന്നത്. അപ്പോഴാണ് നമുക്ക് ഈ അഭിപ്രായങ്ങളും ഡിബേറ്റ്സും വിശ്വാസങ്ങളും ധാരണകളും ഒന്നും അല്ലാതെ നേരിട്ട് ഫേസ് ടു ഫേസ് അവനവന്റെ ഉള്ളിലേക്ക് തിരിഞ്ഞ് യാഥാർത്ഥ്യത്തെ കാണാൻ പറ്റുന്നു. അവിടെ അക്സെപ്റ്റ് ചെയ്യാൻ നോൺ അക്സെപ്റ്റൻസ്, ഒരാൾ പറഞ്ഞ സ്വീകരിക്കാൻ, ഈ ഇഷ്യൂസ് ഒന്നും അവിടെ റിലവന്റേ അല്ല. അവിടെ ഡയറക്റ്റ് പെർസെപ്ഷൻ. ഒരു സയന്റിസ്റ്റിന് ലാബറട്ടറിയിൽ ഒരു കാര്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ നേരത്തെ സയൻസ് പഠിച്ചു വെച്ചിട്ടുള്ള കാര്യങ്ങളും പിന്നെ അദ്ദേഹത്തിന് യുക്തിപൂർവ്വം തോന്നിയ അതിന് അഡീഷണൽ ആയിട്ടുള്ള പോയിന്റ്സും കൂടി ചെയ്തിട്ട് പരീക്ഷിക്കുന്നു. സയന്റിസ്റ്റ് പറയുന്നത് നമ്മൾ വിശ്വസിക്കുന്നത് എന്തുകൊണ്ടാണ്? കാരണം ഏത് സയന്റിസ്റ്റ് അത് എക്സ്പെരിമെന്റ് ചെയ്താലും അയാൾക്ക് അതേ റിസൾട്ട് കിട്ടും, അതേ കണ്ടീഷൻസിൽ എക്സ്പെരിമെന്റ് ചെയ്താൽ. അതുകൊണ്ട് നമ്മൾ ആ എക്സ്പെരിമെന്റ് ചെയ്യാതെ തന്നെ നമുക്ക് സ്വീകരിക്കാൻ പറ്റും. പക്ഷെ അവനവനെ കുറിച്ചുള്ള അല്ലെ ഈ പറയുന്ന ഫിലോസഫിക്കലായിട്ട് അല്ലെങ്കിൽ ആത്മജ്ഞാനപരമായ ഒരു വിഷയം വരുമ്പോൾ പലപ്പോഴും ഇതിനകത്ത് ഒത്തിരി മിഥ്യാധാരണകളുണ്ടാകും. കാരണം ഇതിനകത്ത് ഒത്തിരി മിസ്ഗൈഡിങ് ഫാക്ടേഴ്സ് ഉണ്ടാകാം. സയൻസിലുണ്ട് മിസ്ഗൈഡിങ് ഫാക്ടേഴ്സ് ഒക്കെ, എങ്കിൽ പോലും ഒരു കൺസിസ്റ്റൻസി അതിനകത്ത്, മെത്തഡോളജിക്കൽ കൺസിസ്റ്റൻസി ഉണ്ട്. ഇവിടെ നമുക്ക് നേരിട്ടായതുകൊണ്ട് ഒരു എവിഡൻസിന്റെ ആവശ്യമില്ല. ഈ മിസ്ഗൈഡിങ് ഫാക്ടേഴ്സിനെയൊക്കെ എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടി ഉള്ള ഒരു സ്കിൽ പഠിച്ചു കഴിഞ്ഞാൽ ഒരാൾക്ക് അതാണ് ശരിക്കുള്ള ബെസ്റ്റ് മെഡിറ്റേഷൻ. ശരിക്കും അവിടെ ഒരു ഗ്യാപ്പ് ഇല്ല. വാട്ട് ഈസ് അതും വാട്ട് ഐ എക്സ്പീരിയൻസ് അത് തമ്മിൽ ഗ്യാപ്പ് ഇല്ല. അതിന് പല തലങ്ങളിൽ നമുക്ക് ഡീപ്പിലായിട്ട് പോകാൻ പറ്റും. ഇതൊക്കെ ഒരു ജിജ്ഞാസ ഉണ്ടാക്കാം എന്നൊക്കെ പറഞ്ഞ് ഇപ്പൊ നമ്മൾ ഇതുപോലെ ഡിസ്കസ് ചെയ്തിട്ട് കാര്യമില്ല. അതൊക്കെ അനുഭവത്തിൽ വരുന്നതാണ്. അനുഭവത്തിൽ വരണമെങ്കിൽ നമുക്ക് ആദ്യം ഫസ്റ്റ് സ്റ്റെപ്പ് ഇൻ ടു ദ വാട്ടർ, അല്ലെ? ഇന്ന് നമ്മുടെ ടോപ്പിക് പറഞ്ഞിരുന്ന ഹാപ്പിനെസിനെ കുറിച്ചാണ്. ഹാപ്പിനെസ്സില് ഇന്ന് മോഡേൺ സയൻസ് പറയുന്ന ഹാപ്പിനെസിനെ കുറിച്ച് വ്യൂ ഇന്ന് അറിയുന്ന കേട്ടുള്ള കാര്യങ്ങൾ ഒന്ന് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഹാപ്പിനെസ് ഇന്ന് വളരെ പല പെർസെപ്ഷൻസ് ഉണ്ട്. ആ പെർസെപ്ഷനിൽ ചില എൻസൈംസ് ചില ഹോർമോൺസ് നമ്മൾ പ്രവർത്തിക്കുമ്പോൾ എങ്ങനെ സംഭവിക്കുന്നു, ഇത്തരത്തിലുള്ളൊരു അനുഭവം ബേസ് ചെയ്ത് റിസർച്ച് ചെയ്ത് കണ്ടുപിടിച്ച കാര്യങ്ങളുണ്ട്. നമ്മുടെ ട്രഡീഷണൽ ആയിട്ടുള്ള നോളജ്, യോഗ നോളജിലൊക്കെ പറയുന്ന ചില ഗൈഡിങ് പ്രിൻസിപ്പിൾസ് ഇതുമായിട്ട് കമ്പയർ ചെയ്താൽ വളരെ സാമ്യമുണ്ട്. പക്ഷെ യോഗ ചില ടെക്നിക്സ് ബ്രീത്തിങ്ങോ മെഡിറ്റേഷനൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അത്രയും മോഡേൺ സയൻസിൽ മോഡേൺ സൈക്കോളജിയിൽ പറയുന്നില്ലെന്നുള്ള വ്യത്യാസമേ ഉള്ളൂ. അപ്പൊ അടിസ്ഥാനപരമായിട്ട് അഭിപ്രായ യോജിപ്പുണ്ട് ഈ മോഡേൺ വ്യൂവിൽ ഹാപ്പിനെസ് ഒക്കെ ഒന്നാമത് നമ്മൾ ഹാപ്പിനെസ് ബ്രോഡായിട്ട് പറയുമെങ്കിലും സാധാരണഗതിയിൽ അതിനകത്ത് കുറച്ചുകൂടി ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ട് പറയാൻ പറ്റും. ഡിക്ഷണറി മീനിങ് വെച്ച് കഴിഞ്ഞാൽ ജോയ്, ഹാപ്പിനെസ്, കണ്ടെന്റ്മെന്റ് അല്ലെ സാറ്റിസ്ഫാക്ഷൻ എന്നൊക്കെ പറയുന്ന എല്ലാം ഓവർലാപ്പിംഗ് മീനിങ് ഒക്കെ ഉണ്ട്. പക്ഷെ നമുക്ക് നമ്മുടെ ഈ കൺവീനിയൻസിന് വേണ്ടി ഇപ്പൊ അത് കുറച്ചുകൂടി ഷാർപ്പായിട്ട് പറയാം. ജോയ് എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് ഒരു ഐസ്ക്രീം കഴിക്കാൻ ഇഷ്ടമുള്ള ഒരാൾ ഐസ്ക്രീം. ഞാൻ മെസ്സേജ് അയച്ചു, ഓൾറെഡി അഡ്മിറ്റ് അതാണ് ഇപ്പം കോർപ്പറേറ്റ് ഡെസ്ക് വർക്ക് ചെയ്യുന്നുണ്ട്. അത് തന്നെ കോർപ്പറേറ്റ് ഡെസ്ക് ഇപ്പം വർക്കിംഗ് ആയിരിക്കും. അപ്പം അത് ഓക്കെ. എനിക്ക് സതീഷ് ആക്സിഡന്റലി അൺമ്യൂട്ട് ചെയ്തതാണ് തോന്നുന്നു. അപ്പോഴേ എന്ന് പറഞ്ഞാൽ ഒരു ഷോർട്ട് ലീവ്ഡ് എക്സ്പീരിയൻസ്. നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ഭക്ഷണം കഴിച്ചു, അല്ലെങ്കിൽ കൂട്ടുകാരുടെ കൂടി ഇരുന്നു, അല്ലെങ്കിൽ നല്ലൊരു എന്റർടൈൻമെന്റിന് പോയി, അത് ഒരു ജോയ്. ഹാപ്പിനെസ് സാധാരണ പറയുന്ന കുറച്ചുകൂടെ ഒരു ബ്രോഡർ രീതിയിൽ ഒരു പുതിയ കാർ വാങ്ങിച്ചു, അതിന്റെ ഹാപ്പിനെസ് കുറെ ഏറെ ദിവസത്തേക്കുണ്ടാവും. അല്ലെങ്കിൽ ആഗ്രഹിച്ച ഒരു ജോലി കിട്ടി, അങ്ങനെയുള്ള ഹാപ്പിനെസ്. കുറച്ചുകൂടെ സ്ഥായിയായിട്ടുള്ളതാണ് കണ്ടെന്റ്മെന്റ്. എല്ലാം ജീവിതത്തിന്റെ പോകുന്നതൊക്കെ നമ്മൾ ഉദ്ദേശിച്ച പോലെയൊക്കെയാണ് എന്ന് തോന്നലോ, ഓവറോൾ ഒരു സാറ്റിസ്ഫാക്ഷൻ. ഇതിനെ എല്ലാം കൂടി ചേർത്തിട്ട് ഒരാളുടെ ജീവിതത്തിൽ അയാൾക്ക് മനുഷ്യനെല്ലാം ആഗ്രഹിക്കുന്നത് ശരിക്കും ജീവിതത്തിൽ ഒരു മീനിങ് ഫുൾനെസ് ആണ്. ഇപ്പൊ മോഡേൺ വ്യൂ എന്ന് പറയുന്നത് ഈ പറയുന്ന ഫിസിക്കൽ ലെവലിൽ തന്നെ നമുക്ക് ഈ പറയുന്ന ഹാപ്പിനെസ് ഉണ്ടാക്കാമെന്നാണ് രണ്ടാമത് പറഞ്ഞ കാര്യം. അത് 4 ഹോർമോൺസിനെ കുറിച്ച് പറയുന്നുണ്ട്. ഞാൻ മോഡേണിനെ കുറിച്ച് പറയുന്നത് വെച്ചാൽ നമ്മുടെ കുറച്ചൊരു സയൻസിന്റെ അപ്രോച്ച് നമ്മുടെ ആൾക്കാർക്ക് കുറച്ചുകൂടെ രുചിക്കുന്നു. നമ്മുടെ സയന്റിസ്റ്റുകളാണല്ലോ എല്ലാവരും. അതുകൊണ്ട് അവിടെ നിന്ന് തുടങ്ങിയിട്ട് പറയാമെന്ന് വെച്ചാൽ, ഉദാഹരണത്തിന് 4 പ്രധാനമായിട്ട് ഹാപ്പിനെസ്സുമായിട്ട് ബന്ധപ്പെട്ട ഹോർമോൺസ് പറയുന്നുണ്ട്. നിങ്ങൾക്ക് അറിയാമെന്ന് തോന്നുന്നു അല്ലേ? ആർക്കെങ്കിലും അറിയാമോ? ഡോപ്പമിൻ,
ഓക്സിറ്റോസിൻ, എൻഡോർഫിൻ, സെറോട്ടോണിൻ. അപ്പൊ ഇങ്ങനെയുള്ള ഈ ഹോർമോൺസിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള എക്സ്പീരിയൻസും ഹാപ്പിനെസ് ആയിട്ട് പറയാം. ഇപ്പം ഡോപ്പമിൻ എങ്ങനെയാണ് നമ്മൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ അതിന്റെ റിസൾട്ട് ഉണ്ടാകുകയാണെങ്കിൽ ഉള്ള ഒരു റിലീസ് ചെയ്യുന്ന ഹോർമോണാണ്. അപ്പൊ ഈ ഡോപ്പമിന് വേണ്ടിയുള്ള ആഗ്രഹത്തിന് ആൾക്കാർ പല കളികളിൽ ഏർപ്പെടുകയോ പന്തയങ്ങളിൽ ഏർപ്പെടുകയോ അങ്ങനെയുള്ള ഓക്കുപ്പൈഡ് ആയിരിക്കുന്നത് പലപ്പോഴും അതിന് വേണ്ടി. ഈ മൊബൈലൊക്കെ ഇങ്ങനെ തോണ്ടിക്കൊണ്ടിരിക്കുന്നത് ഡോപ്പമിന് വേണ്ടിയാണ്. പിന്നെ ഓക്സിറ്റോസിൻ എന്ന് പറഞ്ഞാൽ നമ്മൾ റിലേഷൻഷിപ്പിലാണ്, കൂട്ടുകാരോടൊത്തിരിക്കുന്നു, കുടുംബത്തോടൊത്തിരിക്കുന്നു. ദൂരെയുള്ള ഒരാള് ഒരു ഫ്രണ്ടിനെ ഫോൺ വിളിച്ചു. ഇപ്പൊ നമ്മുടെ ഈ കൂട്ടായ്മയിൽ ഒരു ഓക്സിറ്റോസിന്റെ എലമെന്റ് ഉണ്ട്. പിന്നെ സീറോട്ടോണിൻ എന്ന് പറഞ്ഞാല് നമ്മൾ എന്തെങ്കിലും ഒരു നല്ല ഔദാര്യപൂർവ്വമുള്ള പ്രവൃത്തി ചെയ്യുമ്പോഴാണ് സീറോട്ടോണിൻ കൂടെ ഉണ്ടാകുന്നത്. ഉദാഹരണത്തിന് നമ്മുടെ പല കൂട്ടുകാരും പറയല്ലോ, അവര് പ്രായം ചെന്ന അമ്മായിയോ അമ്മൂമ്മയുടെ ഒക്കെ അടുത്ത് പോയി അവർ പ്രത്യേക ഒരു മീൽ ഉണ്ടാക്കി തന്നു, ഇഷ്ടപ്പെട്ട ആഹാരമൊക്കെ ഉണ്ടാക്കി തന്നു. ഈ അമ്മൂമ്മയ്ക്ക് ഇതൊന്നും കഴിക്കാൻ പറ്റില്ല. അത് ഉണ്ടാക്കി വിളമ്പി നമ്മളെ കഴിപ്പിക്കുമ്പോഴാണ് അവർക്ക് സന്തോഷം ഉണ്ടാകുന്നത്. അതാണ് സീറോട്ടോണിന്റെ പ്രത്യേകത. അല്ലെങ്കിൽ ബിൽ ഗേറ്റ്സ് വലിയൊരു ചാരിറ്റി നടത്തി എന്ന് പറയുമ്പോൾ അതിന്റെ വേറെ പൊളിറ്റിക്സിനൊക്കെ ഞാൻ കടക്കുന്നില്ല. പക്ഷെ അവിടെയൊക്കെ ഈ സീറോട്ടോണിന്റെ സാന്നിധ്യത്തിന് വേണ്ടിയുള്ള ക്രേവിംഗ് ആണ് ഉണ്ടാകുന്നത്. പിന്നെ നാലാമത് പറഞ്ഞാൽ എൻഡോർഫിൻ. യോഗ ഒക്കെ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ സ്വിമ്മിങ്ങിനൊക്കെ ചെയ്യുമ്പോൾ ഡാൻസ് ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ ആദ്യം ചെറിയ പല എക്സസൈസിനും ചെറിയത് അൺപ്ലസന്റ് ആയിരിക്കാം. പക്ഷെ കുറച്ച് നേരം ചെയ്ത് കഴിയുമ്പോൾ ശരീരത്ത് എൻഡോർഫിൻസ് റിലീസ് ചെയ്യും. അപ്പൊ ഒരു പ്ലസന്റ് എക്സ്പീരിയൻസ് ഉണ്ടാകും. ഇത് ഒരു എന്താ പറയുക സയന്റിഫിക് അപ്രോച്ചിൽ പറയുന്ന രീതിയാണ്. ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മുടെ ട്രഡീഷണൽ വിഷയം നോക്കിക്കഴിഞ്ഞാൽ അതില് സാധന, സേവ, സത്സംഗ്, സെൽഫ് നോളജ് എന്ന് പറയും. അതായത് സാധന എന്ന് പറഞ്ഞാൽ നമ്മുടെ ടെക്നിക്കൽ മെഡിറ്റേഷൻ പോലുള്ള പ്രാക്ടീസസ്. സേവ എന്ന് പറഞ്ഞാൽ സോഷ്യൽ സെൽഫ്ലെസ് ആയിട്ടുള്ള സർവീസ്. അതിൽ നമുക്കൊന്നും റിട്ടേൺ പ്രതീക്ഷിക്കാതെ നമ്മൾ എന്ത് ആൾക്കാർക്ക് ഉപകരിച്ചാലും ഒരു പുണ്യം പോലും ആഗ്രഹിക്കുന്നില്ല. അത്ര ഇന്നസെന്റ് ആയിട്ട് നമ്മൾ എന്തെങ്കിലും നന്മ ചെയ്യുമ്പോൾ നമുക്ക് ഈ പറയുന്ന ഹാപ്പി ഹോർമോൺസ് ഉണ്ടാകുന്നു. പിന്നെ സത്സംഗ് പറഞ്ഞാൽ ഗുഡ് കമ്പനി, കീപ്പിംഗ് കോണ്ടാക്ട് വിത്ത്, അതായത് നമ്മളെ ഇപ്പം 10 പേര് ഒന്നിച്ചിരുന്ന് കൂട്ടുകൂടി പാട്ട് പാടുക, അക്ഷര ശ്ലോകം ചൊല്ലുക, അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഒരു സത്സംഗിന്റെ അറ്റ്മോസ്ഫിയറാണ്. പിന്നെ നല്ല മനുഷ്യരുമായിട്ട്, നല്ല മനസ്സുള്ള മനുഷ്യരായിട്ട് കോണ്ടാക്ട് വരിക. അതുപോലെ നമ്മൾ ചെയ്യുന്നതിനൊരു പർപ്പസ് ഉണ്ടാകുമ്പോൾ, ഒരു ഡയറക്ഷൻ ഉണ്ടാകുമ്പോൾ, ക്ലാരിറ്റി ഉണ്ടാകുമ്പോൾ ഈ പലപ്പോഴും ഹാപ്പിനെസ് നമ്മൾ എനിക്ക് ഹാപ്പി ആണോ എന്ന് നോക്കുന്ന ഒരാൾക്ക് ഹാപ്പി ആണെങ്കിൽ പോലും ആൾ ഹാപ്പി അല്ലാതാകും. എന്നാൽ നല്ല ഹാപ്പി ആയിരിക്കുന്ന വ്യക്തിയോട് നമ്മൾ നിങ്ങൾ ഹാപ്പി ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അയാൾ അതിനെക്കുറിച്ച് തീരെ അവെയർ ആയിരിക്കില്ല. എന്താണ് കാരണം? അവിടെ ഞാൻ എന്റെ ഹാപ്പിനെസ് എന്നൊരു ചിന്തയെ അയാൾ പോകുന്നില്ല. അതുകൊണ്ടാണ് അയാൾ ഹാപ്പി ആയിരിക്കുന്നത്. അപ്പൊ ഈ ഹാപ്പിനെസ്സിന് വേണ്ടി ഓടി നടക്കുന്നവർക്ക് ഹാപ്പിനെസ് കിട്ടാൻ പാടാണ്. എങ്കിലും മെച്ചൂരായിട്ടുള്ള ഇത്രയും പ്രായം പക്വതയൊക്കെ ആയ ഒരു നിലയ്ക്ക് നമുക്ക് ഇതിനെക്കുറിച്ചൊരു ക്ലാരിറ്റി ആവശ്യമാണ്. ജീവിതത്തില് 4 തരം പ്രശ്നങ്ങളാണ് ആൾക്കാർക്ക് തടസ്സമായി വരാത്തത്. ഒന്നുകിൽ അവർ മൈൻഡ് ഓക്കുപ്പൈ ചെയ്തിരിക്കുന്ന എന്തെങ്കിലും എന്റെ ആരോഗ്യം, ആയുസ്, ഇതിനെക്കുറിച്ചൊക്കെയുള്ള വറിയുടെ എന്റെയോ കുടുംബത്തിന്റെ, അല്ലെങ്കിൽ ധനത്തിന്റെ പ്രശ്നമുള്ളവരാണെങ്കിൽ പൈസ ആകുമോ, അല്ലെങ്കിൽ പൈസ ഇല്ലാത്തവരാണെങ്കിൽ പൈസ ഉണ്ടാകുന്നതിനെ കുറിച്ചുള്ള വറിയുടെ, വസ്തുവകകള്, പ്രോപ്പർട്ടി ഡീലിങ്, ഷെയർ കിട്ടുന്നത്, കുടുംബത്തിന്റെ ഷെയർ കിട്ടുന്നതിനെ കുറിച്ച് തർക്കങ്ങൾ, ഇതൊക്കെയാണ് ഒരു കൺസേൺ. പിന്നെ ഒരു കൂട്ടർക്ക് സൽപ്പേരുണ്ടാകുക, എല്ലാവരും എന്നെ മാനിക്കണം, നാട്ടിൽ നല്ല പേരുണ്ടാകണം, അതൊക്കെ ഒരു വറിയുടെ ഇഷ്യൂസാണ്. പിന്നെ വലിയ തോതിലല്ലേ പോലും നമ്മൾ കൂട്ടുകാരുടെ ഇടയിൽ പോലും എല്ലാവരും നമ്മൾ സ്വീകരിച്ചില്ല, നമുക്ക് ബുദ്ധിമുട്ട് തോന്നിയേക്കാം. 4മത്തെ ഒരു വറി എന്ന് പറയുന്നത് കുട്ടികളൊക്കെ മക്കള് സെറ്റിൽ ആകുന്നു, അവർ കല്യാണം, അല്ലെങ്കിൽ അവര് നല്ല നിലയ്ക്ക് പോകുമോ, കുടുംബത്തെ കുറിച്ച് കുട്ടികളൊക്കെ. ഇതൊക്കെ അല്ലാത്തൊരു വരി സാധാരണഗതിയിൽ മനുഷ്യനെ ബുദ്ധിമുട്ടിക്കാറില്ല. ഇപ്പൊ രാജ്യത്തെ കുറിച്ച് ഒരാൾ പറയുകയാണെങ്കിൽ അയാൾ അൺഹാപ്പി ആകില്ല, അയാൾ കുറച്ചുകൂടെ എനർജറ്റിക് ആകുകയുള്ളൂ. അല്ലെങ്കിൽ ലോകത്തിന്, അല്ലെങ്കിൽ എൻവയോൺമെന്റിനെ കുറിച്ച് പറയുക. അങ്ങനെയൊക്കെയുള്ള
വലിയ വലിയ വറീസ് നമ്മളെ ഹാപ്പിനെസ്സിലേക്ക് നയിക്കുള്ളൂ. ഈ ചെറിയ ചെറിയ വറീസ്, അതായത് മുമ്പ് പറഞ്ഞ 4 കാറ്റഗറി: പുത്രേഷണ, വിത്തേഷണ, ലോകേഷണ, ജീവേഷണ എന്ന് പറയും. അതായത് കുടുംബത്തെ കുറിച്ചൊക്കെയുള്ള പ്രശ്നം, ബോധരേഷൻ, അല്ലെങ്കിൽ ധനത്തെ കുറിച്ചുള്ള ബോധരേഷൻ, അല്ലെങ്കിൽ സൽപ്പേരിനെ കുറിച്ചോ യശസ്സിനെ കുറിച്ചുള്ള വിഷമം, അല്ലെങ്കിൽ ആരോഗ്യം, അങ്ങനെയുള്ള വിഷയങ്ങളെ കുറിച്ചുള്ള വറി. ഇങ്ങനെയൊക്കെ വറിയും ചുമന്നുകൊണ്ടാണ് ഈ കാര്യങ്ങൾക്ക് പരിഹാരം ഉണ്ടാകില്ല. പക്ഷെ അയാൾക്ക് ഹാപ്പി ആകാൻ പറ്റില്ല. അപ്പൊ ഇതിന് ഇഷ്ടമാണ് ഒരു പരിഹാരം പറഞ്ഞാൽ ഇഷ്ടമാണ്. ഇഷ്ടം പറഞ്ഞാൽ റൈറ്റ് ലോജിക്. അത് നേടുമ്പോഴാണ് ഈ വറീസ് പുറത്തു വരുന്നത്. അല്ലെങ്കിൽ ജീവിതത്തെ നിരീക്ഷിക്കുമ്പോൾ ഈ വറിയൊക്കെ ആയിട്ട് നടന്നിട്ട് എന്ത് സംഭവിച്ചു എന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ, അല്ലെങ്കിൽ കഴിഞ്ഞ കാലങ്ങൾ ഇപ്പൊ നമ്മുടെ ഈ ആർട്ട് ഒക്കെ കോഴ്സുകളിലൊക്കെ എന്താ വെച്ചാൽ നമ്മുടെ ഈ വറീസിന് പുറത്ത് അറിയാതെ നമ്മൾ പുറത്ത് വരുന്ന രീതിയിൽ ഉള്ള പ്രോസസ്സുകളുണ്ട്. അപ്പൊ ആ പ്രോസസ്സുകളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് നമ്മുടെ വിഷ്ഠം ഉണരും. അതുകൊണ്ട് നമുക്കൊരു ടോക്കിലൂടെ അത് നടക്കില്ല, അത് ഇന്ററാക്റ്റീവ് ആയിട്ടായി. സ്പെസിഫിക് വറീസ് എടുത്ത് പറഞ്ഞ് ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യമില്ല. അല്ലാതെ തന്നെ ആ മനസ്സിന് അത്രയും പറഞ്ഞ മനസ്സ് വിശാലമാകുമ്പോൾ കാര്യങ്ങൾക്ക് ഗ്രാസ്പിംഗ് കൂടും. അതിനുള്ള ടെക്നിക്സ് ആണ്. പണ്ട് അത് നമ്മുടെ ഈ ടോക്കും അത് കോഴ്സും തമ്മിൽ വ്യത്യാസം കഴിഞ്ഞാൽ, കോഴ്സ് ഒരു സ്പെസിഫിക്കലി ഡിസൈൻഡ് പ്രോസസ്സാണ്. അതിൽ വന്നിരിക്കുന്നവര് അതിന് പങ്കെടുക്കാനുള്ള ഒരു വില്ലിങ്നെസ്സോടെ വന്നിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഹയർ ലെവൽ എക്സ്പീരിയൻസ് അവർക്കുണ്ടാകും. ഞാൻ ഓർക്കുന്നുണ്ട്, 2 കൊല്ലം മുമ്പ് ഈ എഡ്യൂക്കേഷണൽ എക്സ്പെർട്ട് ക്ലാസ്സിലിരിക്കാൻ ഞാനും എന്റെ മിസ്സിലും കൂടെ എടുത്തിരുന്ന കോഴ്സിൽ ഉണ്ടായിരുന്നു. അദ്ദേഹം എഡ്യൂക്കേഷൻ എക്സ്പെർട്ട് ആണെന്ന് നമുക്ക് അറിഞ്ഞൂടാ. എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് റിട്ടയർ ആയ ഒരാളാണ്. ഞാൻ ക്ലാസ് കഴിഞ്ഞപ്പോൾ പറഞ്ഞു, നിങ്ങളുടെ പെഡഗോഗി നല്ലതാണ്. പെഡഗോഗി കഴിഞ്ഞാൽ നമ്മുടെ ടീച്ചിങ് മെത്തഡോളജി നിങ്ങൾ ഭയങ്കര എക്സ്പെർട്ടാണ്. നിങ്ങൾക്ക് ഓരോ കാര്യവും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിലും ഞങ്ങൾ അത് അവെയർ ആക്കുന്നതിലും ഭയങ്കര സക്സസ്ഫുൾ ആണ്. നല്ല ടീച്ചേഴ്സാണ് അഭിനന്ദിച്ചത്. ഞാൻ പറഞ്ഞു, ഇത് ഒരു പ്രത്യേക ടീച്ചറിന്റെ എന്തെങ്കിലും ഗുണങ്ങളൊന്നുമല്ല, ഈ കോഴ്സിന്റെ ഡിസൈനാണ്. ഈ കോഴ്സ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് അത്ര സക്സസ്ഫുൾ ആകുന്നത്. അതുകൊണ്ട് 183 രാജ്യങ്ങളിൽ കോഴ്സ് നടക്കുന്നുണ്ട് ലോകത്ത്. മേജർ സെന്റേഴ്സ് ഉണ്ട്. അവിടെയെല്ലാം ഒരുപാട് വർഷത്തോടെ ഇതോടെ അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന വളണ്ടിയേഴ്സും പ്രവർത്തകരും ഇത് ഉപയോഗപ്പെടുത്തുന്ന പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാരും ഒക്കെ ഉണ്ട്. എല്ലാ തുറയിൽപ്പെട്ടവരും. അത് ബിൽ ക്ലിന്റൺ ആയാലും, നമ്മുടെ അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്ന ബിൽ ക്ലിന്റൺ, നമ്മുടെ MD ആയിരുന്ന പ്രേമചന്ദ്രൻ കൊല്ലത്ത് നിന്ന്, ഞാൻ ഉദാഹരണം പറഞ്ഞതാണ്. ഇപ്പൊ എന്ത് വെറൈറ്റിയാണ്, എന്ത് ബാക്ക്ഗ്രൗണ്ട് വ്യത്യസ്തം അവരുടേത്. അല്ലെങ്കിൽ പണ്ട് തിഹാർ ജയിലിൽ ഈ പരിപാടികൾ, ജയിലിൽ വേറെ സ്റ്റൈലിലാണ് കോഴ്സ്. ആ കോഴ്സ് നടപ്പാക്കാൻ ഇനിഷ്യേറ്റീവ് എടുത്ത കിരൺ ബേദി അന്ന് അവിടുത്തെ പോലീസ് ചീഫായിരുന്നു. അപ്പൊ ഇങ്ങനെ എന്തെല്ലാം തുറയിലുള്ളവര് ഇത് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. അവർക്കെല്ലാം ഈ ഒരേ കോഴ്സ് തന്നെ സ്യൂട്ടബിൾ ആകത്തക്കവണ്ണം അത് ഡിസൈൻ ചെയ്ത, അത് ഡെവലപ്പ് ചെയ്തെടുത്ത, ഫൈൻ ട്യൂൺ ചെയ്തെടുത്ത ആ സ്കില്ലാണ്. അതിലാണ് അതിന്റെ പെഡഗോഗി ഇരിക്കുന്നത്. സാധാരണയായിട്ട് നമ്മുടെ മനസ്സിനെ ഹാപ്പി ആക്കാനായിട്ട്, അല്ലെ മനസ്സ് ഹാപ്പി അല്ലാതാകുന്നതിന് കാരണം ഇന്നലെ നമ്മൾ പറഞ്ഞതാണ് മനസ്സിന്റെ വാസിലേഷൻസ്, അല്ലെ? വാസിലേഷനെ കുറിച്ച് നമ്മൾ എക്സാമ്പിൾസ് പറഞ്ഞു. ഭൂതകാലത്തേക്ക് പോകുമ്പോൾ എങ്ങനത്തെ ഇമോഷൻസ് ഉണ്ടാകുന്നു, ഭാവിയിലേക്ക് പോകുമ്പോൾ ഇങ്ങനത്തെ ഇമോഷൻസ് ഉണ്ടാകുന്നു, ജീവിക്കുന്നത് എവിടെയാണ്. അതേ പോയിന്റിലേക്ക് നമ്മൾ വീണ്ടും വരുന്നത്. നമ്മളിങ്ങനെ ഞൊടിച്ചിട്ട് ഈ നിമിഷത്തിലേക്ക് വരിക എന്ന് പറഞ്ഞ് മനസ്സിനെ കൊണ്ടുവരാൻ പറ്റുവാണെങ്കിൽ എത്ര എളുപ്പമായിരുന്നു. ഒരിക്കലൊക്കെ പറ്റും. അല്ലെങ്കിൽ എന്തെങ്കിലും ഗെയിംസ് ഒക്കെ കളിക്കുമ്പോൾ നമ്മുടെ മനസ്സ് പെട്ടെന്ന് ഒരു 10 പേര് കൂടി എന്തെങ്കിലും കളികളിൽ ഏർപ്പെടുന്ന പെട്ടെന്ന് മനസ്സ് പ്രസന്റ് മൊമെന്റ് വരും. അതുകൊണ്ട് എല്ലാവരും ഹാപ്പി ആയിരിക്കും. ജയിച്ചാലും തോറ്റാലും ഹാപ്പി ആയിരിക്കും. കാരണം മനസ്സ് ഓട്ടോമാറ്റിക്കലി പ്രസന്റ് മൊമെന്റ് വരും. പക്ഷെ എപ്പോഴും കളിച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. ഇപ്പൊ എങ്ങനെ മനസ്സിനെ പ്രസന്റ് മൊമെന്റ് കൊണ്ടുവരാമെന്നുള്ളതാണ് യോഗയുടെ ഒരു റിലവൻസ്, അതിന്റെ പ്രസക്തി അതാണ്. അപ്പൊ നമ്മുടെ മനസ്സിന്റെ പല മൂഡ്സ് അല്ലെങ്കിൽ വികാരങ്ങളുമായിട്ട് നമ്മുടെ ശ്വാസത്തിന്റെ പാറ്റേൺ ബന്ധമുണ്ടെന്നുള്ള യോഗയുടെ ഒരു വലിയ കണ്ടുപിടുത്താണ്. സാധാരണ നമ്മുടെ ജീവിതത്തെ ഒബ്സർവ് ചെയ്താലോ, ഒരാൾ കോപിച്ചിരിക്കുമ്പോൾ ശ്വാസം എങ്ങനെയാ പോകുന്നത്? ഇങ്ങനെ അണയ്ക്കുന്ന രീതിയിലായിരിക്കും, അല്ലെ? വളരെ കോപിഷ്ഠനായിരിക്കുന്ന മനുഷ്യന്റെ ശ്വാസം ഷാളോ ആൻഡ് ഫാസ്റ്റ് ആയിരിക്കും. ശരിയല്ലേ? അങ്ങനെ നിരീക്ഷിച്ചിട്ടുണ്ടോ നിങ്ങൾ? അതുപോലെ ഒരാൾ വളരെ ബ്ലഡ് പ്രഷറും കൂടുതലായിരിക്കുമല്ലോ.
ബ്ലഡ് പ്രഷറും കൂടും. ശരീരത്തെ ഓരോ ഹോർമോൺസ് അനുസരിച്ച് റിലീസ് ആവും. ഹാർട്ട് ബീറ്റ് കൂടും, ഹാർട്ട് ബീറ്റ്സും കൂടും. പക്ഷെ ഞാൻ ശ്വാസത്തിന്റെ പാറ്റേൺ നമ്മുടെ എവിടെയായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ബാക്കി ഒരുപാട് ചേഞ്ചസ് ഉണ്ടാകുന്നുണ്ട്. ബ്രെയിനിലെ കെമിസ്ട്രി മാറുന്നുണ്ട്, ബ്രെയിൻ വേവ്സിന്റെ പാറ്റേൺ മാറുന്നുണ്ട്. പക്ഷെ ഒബ്വിയസ് ആയിട്ടുള്ള ഒരു ഇന്റൻസ് ആയിട്ടുള്ള മാറ്റം അയാൾക്ക് മറ്റുള്ളവർക്കും കാണാവുന്നതാണ് ശ്വാസത്തിലുള്ള മാറ്റം. അതുപോലെ നമ്മൾ വളരെ ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ, ഒരാൾ ദുഃഖിതനാണെങ്കിൽ ഇനി പുറത്തേക്കുള്ള ശ്വാസമാണ് കൂടുതൽ പ്രോമിനന്റ് ആകുക. അതുപോലെ ഒരാൾ വളരെ അത്ഭുതത്തിൽ, സന്തോഷത്തോടെ അത്ഭുതത്തോടെ, നമ്മൾ സുന്ദരമായ ഒരു 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 ദൃശ്യം അല്ലെങ്കിൽ സുന്ദരമായിട്ടുള്ള ഒരു വ്യക്തി ഒക്കെ ബ്രീത്ത് ടേക്കിംഗ് ബ്യൂട്ടി എന്ന് പറയുന്നത് കാണുമ്പോഴത്തെ ശ്വാസം ഉള്ളിലേക്കുള്ള ശ്വാസം പ്രോമിനന്റ് ആയിട്ട് വരും അല്ലെ. വളരെ സമാധാനമായിട്ട് ഇരിക്കുകയാണെങ്കിൽ, റിലാക്സ് ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ ശ്വാസം ഉണ്ടെന്ന് പോലും തോന്നാത്ത വിധത്തിൽ അത് സ്മൂത്ത് ആൻഡ് സോഫ്റ്റ് ആയിരിക്കും. പല പാറ്റേൺസ് ഉണ്ട് അതുപോലെ ശ്വാസത്തിന്. ഇതേ കാര്യം തന്നെ തിരിച്ചിട്ടാൽ, അതായത് ശ്വാസത്തിന്റെ ഈ പാറ്റേൺസ് നമ്മൾ പ്രാക്ടീസ് ചെയ്താൽ, പ്രാണായാമത്തിലും സുദർശന ക്രിയ എന്നൊക്കെ പറഞ്ഞ പ്രക്രിയകളുണ്ട്. ആ പ്രക്രിയകളുടെ ഈ പാറ്റേൺസിൽ കൂടെയൊക്കെ ശ്വാസത്തെ കൊണ്ടുപോയി കഴിഞ്ഞാൽ കറസ്പോണ്ടിങ് ലെവലില് മനസ്സിന് ഹീലിംഗ് സംഭവിക്കും. ഈ എമോഷൻസിന്റെ ഹീലിംഗ് ഉണ്ടാകും. നമ്മുടെ ജീവിതത്തിലെ അനുഭവങ്ങൾ, ഇന്നലെ നമ്മൾ പറഞ്ഞു, അനുഭവങ്ങളുടെ ഇംപ്രഷൻസ് കൂടി നമ്മുടെ ഈ ചിത്തം അല്ലെങ്കിൽ മെമ്മറി ലെവലില് ഒരുപാട് കാര്യങ്ങൾ ഇംപ്രഷൻ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതാണ് ഒരു എക്സിനെ ഒരു വൈയെ രണ്ട് വ്യക്തികളെ വ്യത്യസ്തമാക്കുന്നത്. പ്രധാനപ്പെട്ട ഘടകം എന്താണ്? അവരുടെ ജീവിതത്തെ കണ്ടീഷനിങ് ആണ്. മനഃശാസ്ത്രജ്ഞന്മാരുടെ കണ്ടീഷനിങ് എന്ന് പറയുന്നത് ഇംപ്രഷൻസ്. പല കാര്യങ്ങളും നമ്മൾ പ്രതികരിച്ച് ശീലിച്ച പല പാറ്റേൺസ്, പല ധാരണകളും, വിശ്വാസങ്ങളും, അനുഭവങ്ങള്, ആ അനുഭവങ്ങളെ കുറിച്ചുണ്ടായ അന്നുണ്ടായ ഡൈജസ്റ്റ് ചെയ്യാതെ കിടക്കുന്ന ഇംപ്രഷൻസ്, ഇതാണ് ഫ്രോയിഡിയൻ സൈക്കോളജി, മോഡേൺ സൈക്കോളജി പറയുന്ന ഈ ഇംപ്രഷൻസിനെ ക്ലീൻ ചെയ്യാനുള്ള ശ്രമത്തിനാണ് സൈക്കോ അനാലിസിസ് എന്ന് പറയുന്നത്. സൈക്കോളജിസ്റ്റിന്റെ കൂടെ ഒരുപാട് കാലം പല സെഷൻസ് ഇരുന്ന് കുറേശ്ശെ ആയിട്ട് ക്ലീൻ ചെയ്യാം. അതായത് നമ്മൾ ഗാർബേജ് ബോക്സിനകത്ത് ഒരുപാട് വേസ്റ്റ് കിടപ്പുണ്ട്, വർഷങ്ങളായിട്ട് ക്ലീൻ ചെയ്തിട്ടില്ലെങ്കിൽ ആ ഗാർബേജ് ബോക്സ് തുറന്നിട്ട് ഇത് ഇന്നലത്തെ ഗാർബേജ് എടുത്ത് കളയുക, കുറച്ച് കഴിഞ്ഞിട്ട് ആ മിനിയാത്തെ ഗാർബേജ് എടുത്ത് കളയുക. ഈ തരത്തിലുള്ള വളരെ ശ്രമകരമായ ഒരു പാറ്റേൺ ആണ് അന്ന് ഡെവലപ്പ് ചെയ്തത് ഫ്രോയിഡ് വളരെ ഒരു ജീനിയസ് ആയിരുന്നു. പക്ഷെ അത് ആദ്യം മോഡേൺ മനഃശാസ്ത്രത്തിന്റെ പിതാവാണ് ആദ്യകാലത്ത് ഡെവലപ്പ് ചെയ്തത്. പക്ഷെ യോഗത്തിൽ അങ്ങനെ ഒരു അപ്രോച്ച് ഇല്ല. യോഗത്തിൽ എന്താണെന്ന് വെച്ചാല് ഈ മൊത്തം ഗാർബേജ് ഇവിടെ നിന്നോ തന്നെ അങ്ങ് പുറത്തു പോകുന്ന രീതിയിലുള്ള ഒരു ടെക്നിക്കാണ് യോഗത്തിലുള്ളത്. അല്ലാതെ അതിനകത്ത് ചെകഞ്ഞു നോക്കി അതിനെ അനലൈസ് ചെയ്യേണ്ട ആവശ്യമില്ല. അത്രയും ബുദ്ധിമുട്ടുള്ള പരിപാടികളൊന്നും ആവശ്യമില്ല. അതിന് രണ്ട് തരത്തിൽ സഹായിക്കും. ഒന്ന്, നമ്മുടെ ഈ ബ്രീത്തിങ് പാറ്റേൺസ് വഴി സഹായിക്കും. ബോധപൂർവ്വം നമ്മൾ ആ പാറ്റേൺസ് കൂടെ ബ്രീത്ത് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ പല സ്ട്രെസ്സും ടെൻഷനും ശരീരത്തിൽ റിലീസ് ചെയ്യും, നെർവ് സിസ്റ്റം നോർമലൈസ് ചെയ്യും, ടോക്സിൻസ് ശരീരത്തിൽ നിന്ന് പോവും, മനസ്സിൽ നിന്ന് കറസ്പോണ്ടിങ് ഇംപ്രഷൻസ് സ്ട്രെസ് ഒരുപാട് പോകും. ആളിന് ഭയങ്കര ഫ്രഷ് ആണ് തോന്നും. ആ കുറച്ച് ബ്രീത്തിങ് കഴിയുമ്പോഴത്തെ ആണ് ഇതാണ് ഒരു. രണ്ടാമത്തെ, നമ്മൾ ഡീപ്പായിട്ട് റിലാക്സ് ചെയ്ത് കഴിഞ്ഞാൽ, ഡീപ്പർ ദാൻ ദ സ്ലീപ്പ് റിലാക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ശരീരം റിലാക്സ് ചെയ്യും, മനസ്സ് റിലാക്സ് ചെയ്യും. മനസ്സ് റിലാക്സ് ചെയ്യുമ്പോഴത്തേക്ക് ശരീരം കൂടുതൽ ടിഷ്യൂ ലെവൽ റിലാക്സേഷൻ ഉണ്ടാവും. എവറി സെൽ സ്റ്റാർട്ട് റിലാക്സിങ്. അപ്പോൾ ആ സെല്ലുലർ ലെവലിലുള്ള ആക്ടിവിറ്റീസ്, ലൈഫ് സപ്പോർട്ടിങ് ആക്ടിവിറ്റീസും കൺഗ്രസീവ് ആക്ടിവിറ്റീസും അല്ലാതെ ബാക്കിയുള്ള ഒന്നുമില്ല. ആ സമയത്ത് ശരീരത്തിൽ നിന്ന് സ്ട്രെസ് റിലീസ് ആകത്തുള്ളൂ. ആ സ്ട്രെസ് റിലീസ് ആകുമ്പോൾ നമ്മളെ തോട്ട്സ് ഒക്കെ വരും. അപ്പൊ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ളത് മെഡിറ്റേഷൻ ട്രെയിനിങ് പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ ആ ടെക്നിക്സ് ഉപയോഗിച്ച ഒരാൾ ഇരിക്കുന്ന ഒരാൾക്ക് മെഡിറ്റേഷൻ 2-3 ദിവസത്തെ ഒക്കെ പ്രാക്ടീസ് ആയ സ്കിൽ വന്ന ഒരാൾക്ക് ഈ സമയത്ത് മെഡിറ്റേഷനിൽ അയാൾ അറിയുന്ന റിലാക്സ് ചെയ്യുന്നതാണ്. പക്ഷെ ബോഡി ലെവലിലും ടിഷ്യൂ ലെവലിലും ഒക്കെ ഹീലിംഗ് നടക്കും. മൈൻഡിലുള്ള ലേയേഴ്സ്, കോൺഷ്യസ് മൈൻഡ്, സബ് കോൺഷ്യസ് മൈൻഡ്, അൺകോൺഷ്യസ് മൈൻഡ് എല്ലാം അടിഞ്ഞുകൂടി കിടക്കുന്ന പല ഗാർബേജും ഇറങ്ങിപ്പോകും. അപ്പൊ ഈ ഒരു പ്രോസസ് അത്ര റിഫ്രഷിംഗ് ആണ്. വേറൊരു കാര്യം പറഞ്ഞാൽ ഈ പല ലെവൽസിൽ കൂടെ പോകുന്ന കൂടെ അങ്ങ് ഏറ്റവും ഡീപ്പർ ലെവലില് നമ്മുടെ എനർജി സോഴ്സ് ഉണ്ട്. നമ്മളിലെ ലൈഫ് എനർജി സോഴ്സ് നമ്മുടെ ഉള്ളിലാണ്, കോൺഷ്യസ്നസിന്റെ. ആ ലെവലിൽ ഇടയ്ക്കൊന്ന് സ്പർശിക്കാനായി കഴിയുമ്പോൾ നമ്മൾ വളരെ എനർജൈസ്ഡ് ആവും. അതാണ് ഈ സഹസമാധി മെഡിറ്റേഷൻ എന്നൊരു പ്രോഗ്രാം ഉണ്ട്. ആ സഹസമാധി സഹജവും ആയിട്ടുള്ള സമാധി, നമ്മൾ നാച്ചുറൽ ആൻഡ് എഫോർട്ട്ലെസ് ആയിട്ട് മെഡിറ്റേറ്റ് ചെയ്യാനുള്ള ട്രെയിനിങ് ആണ്. ആ ട്രെയിനിങ് കിട്ടി ഒരാൾ മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ സംഭവിക്കുന്ന കാര്യം ഞാൻ പറഞ്ഞത്, ഈ തരത്തിൽ പല ലെയേഴ്സ്, നമ്മളൊരു കുളം
അല്ലെങ്കിൽ ഒരു കുളത്തിൽ കലങ്ങി കിടക്കാം. അവിടുന്ന് ഡ്രിങ്കിങ് വാട്ടർ എടുക്കാനായിട്ട് ഒരാൾ പോവാണ്. അപ്പം പണ്ടൊരു കഥ കേട്ടിട്ടുണ്ട്. ഒരു ഗുരു, ബുദ്ധനാണ് കിട്ടാന്ന് തോന്നുന്നു, ഗുരു ശിഷ്യനോട് പറഞ്ഞത് അവിടെ ഒരു കയമുണ്ട്, അവിടുന്ന് കുറച്ച് വെള്ളം കുടിക്കാൻ കൊണ്ടുവരാൻ. ബുദ്ധൻ ചെന്നപ്പോൾ, ഈ ശിഷ്യൻ ചെന്നപ്പോൾ അവിടെ കയത്തിലെല്ലാം ഒരുപാട് എരുമകൾ കിടന്ന് ഓടിക്കളിക്കാം, വെള്ളം കലങ്ങി കിടക്കാം. ശിഷ്യൻ വന്നിട്ട് ആ വെള്ളം കുടിക്കാൻ കൊണ്ടുവരുന്നത്. ഏതാണ്ട് 2 മണിക്കൂർ കഴിഞ്ഞ് വീണ്ടും ശിഷ്യനോട് പറഞ്ഞത് പോയി വെള്ളം കൊണ്ടുവരിക, നമുക്കെല്ലാം കുടിക്കാനുള്ള വെള്ളം. ശിഷ്യൻ പറഞ്ഞു അത് കലങ്ങി കിടക്കുന്ന വെള്ളം, പോയിട്ട് കാര്യമില്ല, പോയി നോക്ക്. ചെന്നപ്പോഴേ ഈ എരുമകളൊക്കെ പോയി വെള്ളം സെറ്റിലായി, വെള്ളത്തിലുള്ള പൊടിയും എല്ലാം സെറ്റിലാക്കി കഴിഞ്ഞു, മോളിൽ ക്ലീൻ ലെയർ വന്നു. ശിഷ്യൻ അതും കൊണ്ട് വന്നു. ഇതുപോലെയാണ് മെഡിറ്റേഷൻ. ഈ കഥ പറയുന്നത് ഇത് ഉടനെ തന്നെ ആ ബുദ്ധ ഭഗവാൻ ശിഷ്യന്മാരെ ഉദാഹരണം പറഞ്ഞ് പഠിപ്പിച്ചെന്നാണ്. നമ്മുടെ ജീവിതത്തിലും എന്തെല്ലാം സങ്കീർണതയുണ്ടെങ്കിലും ഒരു ശകലം നേരം അതിൽ നിന്നും ഒന്ന് പിൻവലിഞ്ഞ് അതിന് എസ്കേപ്പ് ചെയ്യല്ല, കുറച്ച് നേരത്തേക്ക് ഒന്ന് മാറ്റി നിർത്തി ഒന്ന് ഡീപ്പായിട്ട് റിലാക്സ് ചെയ്യാമെങ്കിൽ, ഒന്ന് ഡീപ്പായിട്ട് മെഡിറ്റേറ്റ് ചെയ്യാമെങ്കിൽ ഒന്ന് നമുക്ക് എനർജി കൂടുതൽ കിട്ടും. എനർജിയുടെ സെന്ററിൽ നമ്മൾ സ്പർശിക്കും. ഉത്സാഹം, ഉണർവ്, വ്യക്തത ഇതൊക്കെ ഉണ്ടാവും. 2 ഈ തോട്ടിന്റെ ഇങ്ങനെ ടയർസും പാറ്റേൺസ് മാറി ക്ലാരിറ്റി വരുന്നു. അപ്പൊ നമുക്ക് ക്രിയേറ്റിവിറ്റി വരും. നമുക്ക് ആ കാര്യത്തെ സോൾവ് ചെയ്യാൻ വേണ്ടതായ ഐഡിയാസ് പെട്ടെന്ന് വരും, ഇൻറ്റ്യൂഷൻ വരും. അതുപോലെ നമുക്ക് പ്രശ്നങ്ങൾ മാറി നിന്ന് കാണാൻ കഴിയുമ്പോൾ പലപ്പോഴും ഈ പ്രശ്നങ്ങൾ നടുക്ക് നമ്മൾ നിൽക്കുന്നുണ്ടോ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാത്തത്. ഒന്ന് നമ്മൾ മാറിക്കഴിഞ്ഞാൽ പ്രശ്നം പരിഹരിക്കും. യു ആർ ദ പ്രോബ്ലം, യു ആർ ട്രൈങ് ടു സോൾവ് ദ പ്രോബ്ലം. റിമൂവ് യു, ദ പ്രോബ്ലം സ്റ്റാർട്ട് ഗെറ്റിംഗ് സോൾവ്. ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ കാണാറുണ്ട്. നമ്മുടെ ദുരഭിമാനം കൊണ്ട് നമ്മൾ സമ്മതിക്കല്ലോ ഞാനാണ് പ്രോബ്ലം എന്ന്, അല്ലെ എന്റെ മനസ്സാണ് പ്രോബ്ലം. അപ്പം ഇങ്ങനെ പല തരത്തിൽ ജീവിതത്തിന്റെ പ്രശ്നങ്ങളെ സോൾവ് ചെയ്യാനായിട്ട് മെഡിറ്റേഷൻ സഹായിക്കുന്നുണ്ട്. അതുകൊണ്ട് മെഡിറ്റേഷൻ ഇംപ്രൂവ്സ് ഓൾ ആസ്പെക്ട്സ് ഓഫ് യുവർ ലൈഫ്. അതുപോലെ നമ്മൾ റെഗുലറായിട്ട് മെഡിറ്റേറ്റ് ചെയ്യുന്നവർക്ക് ഈ സ്ട്രെസ്സും ടെൻഷനും ഇല്ലാതെ കുറച്ചേരെങ്കിലും ഇരിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അയാളുടെ ഉള്ളിലെ സ്നേഹഭാവം പുറത്തു വരും. ശരിക്കും എല്ലാ മനുഷ്യനും സ്നേഹത്താൽ നിർമ്മിക്കപ്പെട്ടിരിക്കുകയാണ്. യു ആർ മേഡ് അപ്പ് ഓഫ് ലവ്. നിങ്ങളുടെ ശരീരവും ബുദ്ധിയും മനസ്സും ഈ പല തലങ്ങളും കഴിഞ്ഞ് 7ാം തലത്തിൽ എത്തിക്കഴിഞ്ഞാൽ, ഇന്നലെ പറഞ്ഞ 7 ലെവലിൽ 7th ലെവൽ നത്തിങ് ബട്ട് ലവ് ഉണ്ട്. പക്ഷേ അത് പ്രാക്ടിക്കൽ ലൈഫിൽ എക്സ്പ്രഷൻ ഫുള്ളായിട്ട് വരാത്തതിന് കാര്യം എന്താണ്? ഫുള്ളായിട്ട് വരുന്നില്ലെങ്കിൽ അതിന് കാരണം സ്ട്രെസ്സും ടെൻഷനും പല നമ്മുടെ ഫിയേഴ്സ്, ഇങ്ങനെ നമ്മൾ സൃഷ്ടിച്ചെടുത്ത കുറെ ബാരിയേഴ്സാണ്. ഇതൊക്കെ തൽക്കാലത്തേക്ക് ഒഴിഞ്ഞാൽ പോലും അയാളുടെ സ്നേഹപ്രകടനം സുന്ദരമായി വരും. പ്രകടിപ്പിക്കാവുന്ന ഉടനെ എഴുതെടുത്ത് മുത്തം കൊടുക്കുക അങ്ങനെയുള്ള പ്രകടനങ്ങളാണല്ലോ ഉദ്ദേശിക്കുന്നത്. ജീവിതത്തിൽ ലവ് ഇൻ ആക്ഷൻ, നിങ്ങളുടെ പ്രവൃത്തികൾ ആ സ്നേഹം വരും. അങ്ങനെ പ്രവൃത്തികളിൽ സ്നേഹം വരുമ്പോൾ പലപ്പോഴും കോൺഫ്ലിക്ട്സ് നമ്മൾ ഈ തർക്കിച്ചും പറഞ്ഞ് സെറ്റിലാക്കാനൊക്കെ പറ്റും, അതൊന്നും നടക്കത്തില്ല. പ്രവൃത്തികളിൽ സ്നേഹം വരുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളുടെ മനോഭാവത്തിൽ സ്നേഹം വരുമ്പോൾ നൂറ്റാണ്ടുകളായിട്ട് ചർച്ച ചെയ്തിട്ട് സോൾവ് ചെയ്യാത്ത പ്രശ്നം സോൾവ് ആയി തുടങ്ങും. അതുകൊണ്ടാണ് പലപ്പോഴും ഈ വലിയ ഗുരുക്കന്മാരൊക്കെ പോയി കോൺഫ്ലിക്ട് റിസോൾവ് ചെയ്യുന്നു പറഞ്ഞു. അവരെന്താ ചെയ്ത് അവിടെ മീഡിയേറ്റ് ചെയ്തിട്ട് 2 കൂട്ടർക്കും കോമൺ ഗ്രൗണ്ട് ഉണ്ടാക്കാന്നുള്ള ആണ് നമ്മൾ ധരിക്കുന്നത്. അല്ല, അവിടെ സംഭവിക്കുന്നത് അവര് സ്നേഹത്തിന്റെ ഒരു തലത്തിലേക്ക് എല്ലാവരും കൊണ്ടുവരികയാണ്. അപ്പൊ ഓട്ടോമാറ്റിക്കലി സൊല്യൂഷൻസ് ഉണ്ടാകും. അവിടെ തർക്കത്തിനും ജയിക്കുന്നതിനും ബോധ്യപ്പെടുത്തുന്നതിനും ഒക്കെ ഉള്ള ആറ്റിറ്റ്യൂഡ് മാറിയിട്ട് എവിടെയോ കണക്ഷൻ ഉണ്ടാകും, ഒരേ മനസ്സ് വരുന്നു. ശരിക്കും നമ്മുടെ 7 തലങ്ങൾ നമ്മളിൽ തന്നെയുള്ള തലങ്ങൾ പറഞ്ഞില്ലേ, ഈ 7 തലങ്ങൾ നമ്മൾ ഹാർമണൈസ്ഡ് ആയി പോയി കഴിഞ്ഞാൽ ആ വ്യക്തി നമ്മൾ യോഗി എന്ന് വിളിക്കാം. ഈ 7 തലങ്ങൾ ഹാർമണൈസ്ഡ് ആകാതെ പോകുന്നത് എന്തുകൊണ്ടാണ്? സ്ട്രെസ് കൊണ്ടോ, ടെൻഷൻ കൊണ്ടും, ആക്സിഡന്റ് കൊണ്ട്, രോഗങ്ങൾ കൊണ്ട്, ഇംപ്രഷൻസ് കൊണ്ടൊക്കെ ഇതിനെ ഡിസ്ഹാർമണി ആകുമ്പോഴാണ് നമ്മൾ ഒരാളൊരു വയലിൻ കച്ചേരി നടത്താണെങ്കിൽ വയലിൻ ആദ്യം ആൾ ട്യൂൺ ചെയ്യും. ശരിയായി ട്യൂൺ ചെയ്തില്ലെങ്കിൽ അപസ്വരങ്ങൾ വരും, അല്ലേ? ആ അപസ്വരങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അപസ്വരങ്ങൾ ഉണ്ടാകുന്ന നമ്മുടെ ഹാർമോണീസ് അല്ലാത്തപ്പോഴാണ്. ആരുമായിട്ട് ഹാർമണി? നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള ഈ ലെവൽസ് തമ്മിലുള്ള ഹാർമണി. ഇത് ഹാർമണൈസ് ചെയ്യാനുള്ള ടെക്നിക്കാണ് ശരിക്കും യോഗയിൽ പഠിക്കുന്ന ആസനം, പ്രാണായാമം, ധാരണ, ധ്യാന, സമാധി ഒക്കെ പറഞ്ഞത്. ഇതെല്ലാം ഈ ഹാർമണൈസ് ചെയ്യാനുള്ള വിദ്യയാണ്. ഇത് സിസ്റ്റമാറ്റിക് ആയിട്ട് വർഷങ്ങളോളം പഠിച്ച് ഓരോന്നായി ചെയ്ത് അങ്ങനെ ഡെവലപ്പ് ചെയ്യുന്ന അത്രയും റിസർച്ച് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. സാധാരണക്കാരന് പെട്ടെന്ന് ഇതിൽ എത്താൻ പറ്റും. അതിനുവേണ്ടി അതിന് സ്യൂട്ടബിൾ ആയിട്ട് ഉചിതമായുള്ള ടീച്ചേഴ്സ് ശരിയായ രീതി മുമ്പ് പറഞ്ഞ പോലെ ശരിയായ പെഡഗോഗിയിലൊക്കെ പഠിപ്പിച്ച് അവർക്ക് പെട്ടെന്ന് അവരുടെ ഇതിന്റെ എഫക്ട് ഉണ്ടാക്കാൻ പറ്റും. ഞാൻ ഇന്നലെ പറഞ്ഞ ഉദാഹരണമുണ്ട്. മുലപ്പാലിന്റെ ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് റിസർച്ച് ചെയ്ത് പഠിക്കാത്ത ഒരു കുഞ്ഞിനും മുലപ്പാൽ കുടിച്ചാൽ പ്രയോജനമുണ്ടാവും, ഇല്ലേ? അപ്പൊ അതിനെല്ലാം അറിഞ്ഞിട്ട് വേണമെന്നില്ല. എല്ലാം അറിഞ്ഞിട്ട് ഞാനെല്ലാം PhD ചെയ്തതിനു ശേഷം മുലപ്പാൽ കുടിക്കാൻ തുടങ്ങുമെന്നല്ല കുഞ്ഞ് പറയുന്നത്. അതൊരു ഫെയ്ത്തിലൂടെ പോവാണ്.
അതൊരു ബ്ലൈൻഡ് ബിലീഫ് അല്ല, പക്ഷെ നേച്ചർ കൊടുത്തൊരു ഫെയ്ത്ത് ആണ്. അതുപോലെ നമ്മുടെ ഉള്ളിലും ഒരു നേച്ചർ കൊടുത്തൊരു ഫെയ്ത്ത് ഉണ്ട്. സ്വാഭാവികമായിട്ട് നമുക്ക് തിരിച്ചറിയാം, കള്ളത്തരവും നന്മയും തിരിച്ചറിയാനുള്ള ഒരു കഴിവ് നമുക്കുണ്ട്. നമ്മൾ റിലാക്സ്ഡ് ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ കാര്യങ്ങൾ തിരിച്ചറിയാം. ബുദ്ധി ഇട്ട് ചകഞ്ഞു നോക്കാതെ തന്നെ, ബുദ്ധി ഷാർപ്പായിരിക്കണം, പക്ഷെ ഈ അമിതമായ ചിന്താകാലുഷ്യം കൊണ്ടല്ല കാര്യങ്ങൾ സത്യങ്ങൾ തിരിച്ചറിയുന്നത്. ഇവിടുന്ന് ഒരു ഉൾവിളി കണ്ട അല്ലെങ്കിൽ ഒരു ഇൻറ്റ്യൂഷൻ കൊണ്ടുകൂടിയാണ് അതിനൊന്ന് റിലാക്സ് ചെയ്യാറുണ്ട്. അപ്പൊ റിലാക്സ് ചെയ്യുന്നതിന് പോലും ഒരാളെ സമ്മതം അല്ലെങ്കിൽ പിന്നെ അയാളെ ആർക്കും രക്ഷപ്പെടുത്താൻ പറ്റത്തില്ല, ഈ കാര്യത്തിൽ രക്ഷപ്പെടുത്താൻ പറ്റത്തില്ല. ഒരാൾ ഐ എഗ്രി ടു റിലാക്സ് എന്നൊരു നിലപാടെടുത്തു കഴിഞ്ഞാൽ പിന്നെ അയാളുടെ കാര്യങ്ങൾ ശരിയായി തരും. ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് ടു റിലാക്സ്. പിന്നെ ക്ലാരിറ്റിയെ കുറിച്ച് പറഞ്ഞു. വേറൊരു ആസ്പെക്ട് ആണ് എനർജൈസ് ചെയ്യാന്നുള്ളത്. മാർക്കറ്റിൽ പോയി വാങ്ങിച്ചോണ്ട് വരാവുന്ന സാധനമുണ്ട് എനർജി. നമ്മുടെ ഉള്ളിൽ തന്നെ ഇരിക്കുന്ന എനർജി, ലൈഫ് എനർജി, അതിനെ തന്നെ ഒന്ന് സ്പർശിച്ചു കഴിഞ്ഞാൽ ആ എനർജി ലെവലില് മെഡിറ്റേഷൻ, ഡീപ്പസ്റ്റ് മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും എനർജൈസിങ് ആണ്. മെഡിറ്റേഷൻ സമയത്ത് നമ്മൾ അനങ്ങാതൊക്കെ ഇരിക്കുക, ആക്ടിവിറ്റി ഇല്ല. പക്ഷെ മെഡിറ്റേഷൻ എഴുന്നേറ്റ് വരുമ്പോൾ നല്ല ഉത്സാഹവും ഊർജ്ജസ്വലതയും തോന്നും, പ്രാണശക്തി വർദ്ധിക്കും. അപ്പം എനർജിയാണ്. ശരിക്കും റെഗുലർ മെഡിറ്റേറ്റ് ചെയ്യുന്നവരൊക്കെ ബ്ലെസ്സിങ് കപ്പാസിറ്റി ഉണ്ടാന്ന് പറയില്ല. എന്തുകൊണ്ടാണ്? അവർ എനർജി ഉള്ളതുകൊണ്ടാണ്, അനുഗ്രഹ ശക്തി ഉള്ളതാണ്. യോഗയുടെ ഹാപ്പിനെസ്സിനായിട്ടുള്ള പദ്ധതി അടിസ്ഥാനമായിട്ട് ഈ 3 ഡയമെൻഷൻ. ഒന്ന്, നമ്മുടെ സ്ട്രെസ്സും ടെൻഷനും കാരണമാകുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ഇറങ്ങിപ്പോകുന്നു. അല്ലെങ്കിൽ എക്സ്റ്റേണൽ കാരണങ്ങൾ, ഇന്റേണൽ ആയിട്ട് നമ്മൾ സ്റ്റോർ ചെയ്തിരിക്കുന്ന സ്ട്രെസ്സും ടെൻഷനും ഇറങ്ങിപ്പോകുന്നു യൂസിങ് വേരിയസ് ബ്രെത്ത് വർക്ക് ആൻഡ് ടെക്നിക്സ്. അതാണ് നമ്മുടെ ഹാപ്പിനെസ് പ്രോഗ്രാം എന്ന ആട്ടോലിങ്ങിന്റെ ഒരു കോഴ്സിൽ പ്രത്യേകം പഠിപ്പിക്കുന്ന ബ്രീത്തിങ് ടെക്നിക്സിന് പ്രാധാന്യം കൊടുക്കുന്നു. അവിടെ ഈ കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി മനസ്സൊരു മെഡിറ്റേറ്റീവ് സ്റ്റേറ്റിലെത്തും. അതാണ് ഫസ്റ്റ് ആസ്പെക്ട്. സെക്കൻഡ് ആസ്പെക്ട്, നമ്മൾ മെഡിറ്റേഷനിൽ ഇരിക്കുമ്പോൾ, സമാധി മെഡിറ്റേഷൻ പോലെ മെഡിറ്റേഷൻ ഇരിക്കുമ്പോൾ കോൺഷ്യസ്ലി ഒരാൾ സ്വയം മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ അയാളുടെ ഉള്ളില് ഈ ഇംപ്രഷൻസ് ജനറേഷൻസ് ആഫ്റ്റർ ജനറേഷൻസ് ഉണ്ടാകുന്ന കണ്ടീഷനിങ് ക്ലിയർ ആയി തുടങ്ങും. ദിവസം കുറച്ചു നേരം മെഡിറ്റേറ്റ് ചെയ്യാമെങ്കിൽ അന്നത്തെ ദിവസം നല്ല ഊർജ്ജസ്വലമാകും, അന്നത്തെ പ്രശ്നങ്ങൾക്ക് സമാധാനം ഉണ്ടാകുന്നത് കൂടാതെ അതുവരെ ജീവിതത്തിൽ അക്യുമുലേറ്റ് ചെയ്ത കുറെ ഗാർബേജ് ഇറങ്ങിപ്പോകും. അതാണ് രണ്ടാമത്തെ ആസ്പെക്ട്. മൂന്നാമത്തെ, നമ്മൾ എനർജൈസ്ഡ് ആയിരിക്കുന്നത്. ഇന്നലെ നമ്മൾ പറഞ്ഞു, ഒരു മൈൻഡ് എനർജൈസ്ഡ് ആയിട്ട് ഇരിക്കുന്ന ഒരു വ്യക്തിക്ക്, നല്ല ഉത്സാഹത്തിൽ ഊർജ്ജത്തിരിക്കുമ്പോൾ ഒരാൾക്ക് വിഷമങ്ങൾ കുറവാണ്. വിഷമങ്ങൾ നന്നായിട്ട് ആൾ ജീവിക്കാൻ പറ്റും, അതുപോലെ അയാൾ ഹാപ്പി ആയിരിക്കും. അപ്പം എനർജൈസ് ചെയ്യുക, റിലാക്സ് ചെയ്യുക, നെഗറ്റിവിറ്റീസ് കളയുക. ഈ 3 ആസ്പെക്ട്സ് ആണ് പ്രധാനമായിട്ടുള്ളത്. ഇത് കൂടാതെ ലക്ക് ഫാക്ടർ ഒക്കെ ഉണ്ട്. അത് നമ്മൾ ഇന്നത്തെ ടോക്കിൽ കവർ ചെയ്യുന്നില്ല, നമ്മുടെ ഭാഗ്യം എങ്ങനെ വരുന്നതൊക്കെ, കാരണം അത് കുറച്ചുകൂടി ഡീപ്പറാണ്. പക്ഷേ ഈ 3 ആസ്പെക്ട് തന്നെ നമുക്ക് സഫിഷ്യന്റ് മോട്ടിവേഷൻ ആണ് യോഗ പഠിക്കാനായിട്ട്. യോഗ പഠിക്കുന്നത് എന്താണ്? യോഗ എന്ന് പറഞ്ഞാൽ യോഗ വളരെ വിശാലമായ സബ്ജക്റ്റാണ്. നാട്യയോഗ പോലും ഉണ്ട്, ഡാൻസിന്റെ യോഗ പോലും ഉണ്ട്. പക്ഷെ ഞാനിവിടെ പ്രധാനമായിട്ട് പ്രയോറിറ്റി കൊടുക്കുന്നത് ബ്രീത്തിങ് ടെക്നിക്സിനും മെഡിറ്റേഷനുമാണ്. കുറച്ച് സ്ട്രെച്ചസും ഒക്കെ നമുക്ക് ചെയ്യാം, നല്ലതാണ്. പക്ഷെ ബ്രീത്തിങ് ടെക്നിക്കും മെഡിറ്റേഷനാണ് കൂടുതൽ അതിനകത്ത് എഫക്റ്റീവ് ആയത്. അതുപോലെ നമ്മുടെ അഹന്തയുടെ കളിയാണ് ജീവിതത്തിൽ നമ്മുടെ പറ്റുന്ന ഇന്നലെ പറഞ്ഞു. അഹന്തയാണ് നമുക്ക്, അഹന്ത എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുത്തൻ പിടിക്കുന്നില്ല, അവൻ കുറച്ച് അഹങ്കാരിയാണ് എന്നൊക്കെ പറയുന്ന ആ അർത്ഥത്തിലല്ല ഇവിടെ പറയുന്നത്. നമ്മളെ സ്റ്റൈഫിൾ ചെയ്യിക്കുന്നത്, ഞാൻ പറഞ്ഞ് ജയിക്കണം, ഞാൻ തർക്കം ജയിക്കണം എന്നൊക്കെ പറയുന്നതൊക്കെ ഉള്ളിൽ നിന്ന് തള്ളി വരുന്ന ഒരു റിക്വയർമെന്റ്. ആരെയൊക്കെയോ ബോധ്യപ്പെടുത്താനോ ആരുടെയൊക്കെ അടുത്തോ ജയിക്കാനോ ഒക്കെ ഉള്ള ഒരു ആഗ്രഹം. എന്തുകൊണ്ടാണ്? നമ്മൾ വലിയൊരു മനസ്സാണ് നമ്മുടേത്. പക്ഷെ ആ വലുതാണെന്നുള്ള ബോധം ഇല്ലാത്തപ്പോഴാണ് ഈ വലുതാകാൻ വേണ്ടിയുള്ള ശ്രമം നടക്കുന്നത്. സെൽഫ് റെസ്പെക്ട് ഉള്ള ഒരു വ്യക്തി, അല്ല ആത്മാഭിമാനമുള്ള ഒരു വ്യക്തി, അയാൾ ഇങ്ങനെ കിടന്ന് പത്രപ്പൊടിയല്ല, എവിടെ എല്ലാവരും അംഗീകരിക്കട്ടെ, അക്സെപ്റ്റൻസ്, അപ്രൂവൽ, അപ്രീസിയേഷൻ, ഇതിനു വേണ്ടിയൊക്കെ ദാഹിച്ച് നടക്കുന്ന ആരാണ്? അച്ഛൻ്റെ ഉള്ളിൽ സെൽഫ് ഡൗട്ടിങ് ആയിട്ടുള്ള. ഡൗട്ട് കുഴപ്പമില്ല ജീവിതത്തിൽ, ഞാൻ ചെയ്യുന്നത് ശരിയാണ് എന്നങ്ങ് ബ്ലൈൻഡ് ആയിട്ട് വെക്കേണ്ട കാര്യമില്ല. ഞാൻ ചെയ്യുന്നത് തെറ്റാണ്, പക്ഷെ ഞാൻ തെറ്റ് ചെയ്താലും ശരി ചെയ്താലും ഞാൻ മോശക്കാരനാകുന്നില്ല. എന്തോ ഒരു കുറവ് എനിക്കുണ്ട്, എന്തോ ഞാൻ വലുതാണ്, ഇങ്ങനെയൊക്കെയുള്ള ഈ കമ്പാരിസൺ, ഇതാണ് അഹന്ത നമ്മളെ ശ്വാസം മുട്ടിക്കുന്നത്. അതനുസരിച്ച് ബൃഹത്തായ അഹന്ത എന്ന് പറയുന്നത് അവിടെ നമ്മൾ ഉത്തരവാദിത്തങ്ങൾ ഏൽക്കുന്നു, കൂടുതൽ ഗ്രേസ്ഫുൾ ആകുന്നു, കൂടുതൽ ജനറസ് ആകുന്നു, മറ്റുള്ളവരെ കൂടെ നമ്മുടെ സ്കീമുകളിൽ, നമ്മുടെ പദ്ധതികളെല്ലാം അവരെ കൂടെ കരുതുന്നു. പിന്നെ നമ്മൾ ഒരാൾ ഇടപെടുമ്പോൾ അയാളെ കൂടെ നമ്മൾ സെൻസിറ്റീവായിട്ട് ഉൾക്കൊള്ളാൻ ശ്രമിക്കുന്നു. ഈ തരത്തിലുള്ള വിശാലമായ ഒരു അഹന്തയിലേക്ക് വളരുക എന്നുള്ളതാണ് യോഗയുടെ ലക്ഷ്യം. അത്
രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഈ ടെക്നിക്സ് വഴി ഒന്ന് മനസ്സ് വിശാലാകുന്നുണ്ട്. മറുവശത്ത് ജ്ഞാനം, ചില തത്വങ്ങൾ, ചില പ്രിൻസിപ്പിൾ പഠിക്കുമ്പോൾ ഓ ശരി എന്ന് നമ്മുടെ അതിന്റെ ശരിയായ യുക്തി നമുക്ക് പിടികിട്ടും. റിലാക്സ് ആയിട്ട് വലിയ പിടികിട്ടുള്ളൂ. തർക്കിച്ചോണ്ടിരുന്നാൽ പിടികിട്ടില്ല. മുമ്പേ പറയുന്ന എല്ലാം അക്സെപ്റ്റ് ചെയ്തുകൊണ്ടാലും പിടികിട്ടില്ല. ഷാർപ്പ് ഇന്റലിജൻസോടുകൂടി റിലാക്സ്ഡ് ആയിട്ടിരിക്കുന്ന മനുഷ്യന് അയാളുടെ ഉള്ളിൽ തന്നെ പുറത്തു വരുന്ന സ്ഥാനമാണ് ജ്ഞാനം എന്ന് പറയുന്നത്. അല്ലാതെ ആരെങ്കിലും അടിച്ചേൽപ്പിക്കുന്നതല്ല. അതൊന്ന് സൂചിപ്പിച്ചു കൊടുക്കുക മാത്രമേ ടീച്ചർ ചെയ്യേണ്ട കാര്യമുള്ളൂ. ഒന്ന് അതിന് കിൻഡിലിംഗ് എന്ന് പറയില്ല, ഒന്ന് തൊട്ട് കൊടുത്താൽ മതി, അപ്പോഴേ അത് ഉണരും. അങ്ങനെ കിൻഡിൽ ചെയ്യുന്ന നോളജും മേക്ക് ബിലീഫ് നോളജും എൻറ്റയർലി ഡിഫറെന്റ് ലെവൽസ് ആണ്. കിൻഡിൽ ചെയ്യാന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഒരാളിൽ ഉള്ളത് തന്നെ, വിഷ്ഡം ഈസ് ഇൻസൈഡ് യു, സംബഡി ഹാസ് ടു ഓൺലി ട്രിഗർ ടു ലെറ്റ് ഇറ്റ് സ്പ്രൗട്ട്. അത്രേ ഉള്ളൂ. അതിന് ഒരു മൊട്ട് പോലെ ഇരിക്കുന്നതിനെ ഒരു പൂവായി വിടർത്താൻ വേണ്ടിയുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുക. അതാണ് നല്ല ടീച്ചർ ചെയ്യേണ്ടത്. അതിനുവേണ്ടി ഡിസൈൻഡ് ആയിരിക്കണം പ്രോഗ്രാംസ്. അപ്പം ഒന്ന് ജ്ഞാനം, മറ്റേ ധ്യാനം. അല്ലെ ധ്യാനം അല്ലെ യോഗ. ഈ രണ്ട് ആസ്പെക്ട്സ് ആണ്. പിന്നെ മൂന്നാമത്തെ ഒരു ആസ്പെക്ട് നമ്മൾ മുമ്പേ സൂചിപ്പിച്ചു. എന്താണ്? ഈ ലോകത്തെ കുറിച്ച് അല്ലെ മറ്റുള്ളവരെ കുറിച്ച് ഈ വിശാലമായ അർത്ഥത്തിൽ ഒരു പരിഗണനയോടെ വെക്കുകയാണ്. മറ്റുള്ളവരെ പരിഗണന ഞാൻ ചാടിക്കയറി വന്ന് നിങ്ങളുടെ ഓരോരുത്തരുടെയും കാര്യങ്ങളൊക്കെ ഇടപെടുക, നിങ്ങൾക്ക് ചോദിക്കാതെ ഉപദേശം തരിക, അതൊന്നും അല്ല ഉദ്ദേശിക്കുന്നത്. യു ആർ പാർട്ട് ഓഫ് മീ എന്നൊരു കോൺഷ്യസ്നെസ്സോടുകൂടി ജീവിക്കാൻ തുടങ്ങും. അത് സംഭവിച്ചോളും. ഒരാൾ കുറച്ച് യോഗ ചെയ്യുമ്പോൾ റിലാക്സ് ഒക്കെ ആയി കഴിയുമ്പോൾ എന്റെ ഞാൻ തെളിയിക്കുന്നു, ഞാൻ ഫോക്കസ് ആകുന്നുണ്ടോ, ഈ തരത്തിലുള്ള പാറ്റേൺ ഒന്നും ബ്രേക്ക് ആയിക്കോളും, തന്നെ വന്നോളൂ. ശ്രീനാരായണഗുരു പറഞ്ഞൊരു വരിയുണ്ട്. ശ്രീനാരായണഗുരു പറഞ്ഞത് കൊണ്ട് നിങ്ങൾക്ക് സ്വീകരിച്ചോളൂ ഞാൻ പറഞ്ഞില്ല. പക്ഷെ പറഞ്ഞ വളരെ സെൻസിബിൾ ആണ്. മുമ്പേ പറഞ്ഞ മോഡേൺ സൈക്കോളജി പറഞ്ഞതേ പോയിന്റാണ്. അവരന് വേണ്ടി അഹർനിശം പ്രയത്നം കൃപണത വിട്ടു കൃപാലു ചെയ്തിടുന്നു. കൃപണൻ അധോമുഖനായി കിടന്നു ചെയ്യുന്ന അപജയ കർമ്മം അവന് വേണ്ടി മാത്രം. ഇപ്പൊ കൃപണൻ എന്ന് പറഞ്ഞാൽ ഫിസിക്കൻ അല്ല, സ്വാർത്ഥൻ. അധോമുഖനായി ലോകമൊന്നും കാണുന്ന അവൻ കുനിഞ്ഞു നിന്നുണ്ട്. അപജയ കർമ്മം, തോൽവിയാണ് അവന്റെ ജീവിതം. ഹിസ് ലൈഫ് ഇസ് എ ഫെയില്യൂർ. ആരുടെയാണ്? സ്വാർത്ഥന്റെ ജീവിതം. ഇത് പണ്ടൊക്കെ സ്കൂളിലൊക്കെ പഠിക്കുന്ന കാലത്ത് ഞാനൊക്കെ ധരിച്ചിരുന്നത് ഇതൊക്കെ സമൂഹം നന്നാവാൻ വേണ്ടി ആണ് ഇങ്ങനെ പറയുന്നത്. സമൂഹം നന്നാവുന്നുണ്ട്, പക്ഷെ വ്യക്തിയുടെ ഉള്ളിൽ ഉണ്ടാകുന്ന വിശാലത, വ്യക്തിയാണ് ആദ്യം രക്ഷപ്പെടുന്നത്. വ്യക്തിയുടെ ജീവിതം ഹാർമോണിയസ്ഡ് ആകുന്ന വഴി സന്തോഷം, സംതൃപ്തി, സമാധാനം, ഉത്സാഹം, ജ്ഞാനം, ഇതെല്ലാം ഒരു വ്യക്തിയിൽ സ്വയം പ്രകാശിച്ചു വരുന്നത് എപ്പോഴാണ്? ഈ പറഞ്ഞ തത്വങ്ങൾ പ്രവൃത്തി വരുമ്പോഴാണ്. അതാണ് ഒരു ഗുരു 2 വരി കവിതയായിട്ട് പഠിപ്പിച്ചത്. അത് സമൂഹത്തിനെ നന്നാക്കും. പക്ഷെ സമൂഹത്തെ നന്നാക്കുന്നതിനും ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് വ്യക്തിയിൽ ഉണ്ടാകുന്ന മാറ്റമാണ്. അപ്പൊ ഈ കൃപാലു എന്ന് പറയുന്ന സ്റ്റേറ്റിലേക്ക്, അല്ലെ നമ്മൾ പിശക്കൊക്കെ വിട്ട് ഔദാര്യവാനായാൽ ആ ഔദാര്യം കൊണ്ട് മറ്റുള്ളവർക്ക് പ്രയോജനം ഉണ്ടാകുന്നത്, സമൂഹത്തെ പ്രയോജനമുണ്ട് സെക്കൻഡറി. പ്രൈമറിലി നമ്മൾ ആദ്യത്തെ പ്രയോജനം. എന്നാൽ നമ്മൾ നിയമങ്ങളൊക്കെ ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോയിരുന്നു യോഗയില്. അതെല്ലാം ഉദ്ദേശിക്കുന്ന വ്യക്തിയുടെ വിശാലത ഉണ്ടാകാനുണ്ട്. നമ്മളിലെ മനസ്സ് വലുതാകുന്നു. വലിയ മനസ്സിലേക്ക് നമ്മൾ കൂടുതൽ ഓക്കുപൈഡ് ആണ്. വി ആർ മോർ ഓക്കുപൈഡ് വിത്ത് അവർ ബിഗ് മൈൻഡ്. ദെൻ വി ആർ ഹാപ്പി. ദെൻ വി ആർ, ഈവൻ ഇഫ് വി ആർ നോട്ട് ഹാപ്പി ഫോർ എ മൊമെന്റ് ഫോർ സംതിങ്, സ്റ്റിൽ basically will be contented. നിങ്ങൾ ഒരു അത്യാവശ്യ കാര്യത്തിന് പോവാണ്. മോൾക്ക് MBBS അഡ്മിഷൻ കിട്ടി, മോള് കോളേജ് ചേർക്കാൻ പോവാണ്. ഉദ്ദേശിച്ച വണ്ടി കിട്ടിയില്ല, വേറൊരു ബസ്സിൽ തിരക്കി കയറി നിൽക്കുകയാണ്. കാല് നിൽക്കാൻ സ്ഥലമില്ല. നിങ്ങൾ സന്തുഷ്ടനായിരിക്കും, സന്തുഷ്ടനല്ലായിരിക്കും. ആശിച്ചിരുന്ന ഒരു കോഴ്സിന് അഡ്മിഷൻ കിട്ടിയ കുട്ടിയെ കൊണ്ടുപോവാണ്. ആ ബസ്സിലെ യാത്രയുടെ ബുദ്ധിമുട്ട് നിങ്ങളെ ബാധിക്കുന്നേ ഇല്ല. കാരണം നിങ്ങൾ ജീവിതത്തിൽ സന്തുഷ്ടനാണ്. ഇപ്പൊ ഞാനൊരു ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ. അങ്ങനെ എന്തെങ്കിലും കാരണത്തെ ഡിപ്പെൻഡ് ചെയ്യുന്ന സന്തോഷമല്ല യോഗയിലുള്ളത്. സ്വയമേ ഒരു കാരണമില്ലാതെ നമ്മൾ സന്തുഷ്ടനായിരിക്കുക എന്നുള്ളതാണ് ജ്ഞാനത്തിൽ വരുമ്പോൾ നമുക്ക് സംഭവിക്കുന്നത്. അതിന് വേണ്ടതായ ടിപ്സും അതിന് വേണ്ട അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഈ പ്രോഗ്രാംസിന്റെ ഒക്കെ ലക്ഷ്യം, കോഴ്സുകളുടെയൊക്കെ.
അപ്പം പറഞ്ഞു വന്ന ഇത്രയേ ഉള്ളൂ. ഏതെങ്കിലും കാര്യത്തിനെ ആശ്രയിച്ചുള്ള സന്തോഷം, താൽക്കാലിക സന്തോഷം, മറ്റുള്ളവരെ ആശ്രയിച്ചുള്ള സന്തോഷം, അവരുടെ അംഗീകാരവും അപ്രൂവലും കിട്ടുന്ന സന്തോഷം, ജയിക്കുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം, ഇതൊക്കെ വളരെ ഒരു തരം സന്തോഷം. മറുവശത്ത് ഒരു ബേസ്, ഹാപ്പിനെസിന്റെയും ഊർജ്ജസ്വലതയുടെയും ഒരു ബേസ്, ഡേറ്റം ലെവൽ ഇറ്റ്സെൽഫ് ഈസ് ഹൈ, സോ ദാറ്റ് നത്തിങ് ക്യാൻ ഷേക്ക് യു ടു മച്ച്. നിങ്ങൾക്ക് ഒരുപാട് ബാങ്കിൽ പണം കിടപ്പുണ്ടെങ്കിൽ ഒരു ചെറിയ ബിസിനസ്സിൽ ഒരു ചെറിയ നഷ്ടം ഉണ്ടായാലും നിങ്ങളെ അത് ബാധിക്കുന്നില്ല. പക്ഷെ നിങ്ങളുടെ ബാങ്ക് ബാലൻസ് വളരെ ചെറുതാണെങ്കിൽ ഒരു ചെറിയ ബിസിനസ്സിൽ നഷ്ടം ഉണ്ടായാൽ നിങ്ങൾ പൊട്ടിക്കൊള്ളും. അതുപോലെ നമ്മുടെ ബാലൻസ്, നമ്മുടെ ഹാപ്പിനെസ് ഇൻഡെക്സിനെ ഹൈ ആക്കി വെക്കുക. എനർജൈസ് യുവർ മൈൻഡ് സോ ഹൈ ദാറ്റ് യു ആർ സോഴ്സ് ഓഫ് ഹാപ്പിനെസ് ഫോർ അതേഴ്സ് ടു. ഇതാണ് ആർട്ട് ഓഫ് ലിവിങ്ങിന്റെ അടിസ്ഥാന രഹസ്യം. ഒരാൾ ഡിസ്റ്റർബ്ഡ് ആണെങ്കിൽ 100 പേർക്കായിരിക്കും ഡിസ്റ്റർബൻസ് ഉണ്ടാക്കാം. ഒരുത്തൻ മറ്റുള്ളവർ പറയുന്നത് താളത്തും തുടർന്ന തരത്തിലാണെങ്കിൽ ഏതെങ്കിലും തീവ്രവാദി പറയുന്നത് കേട്ടോ, ഏതെങ്കിലും പാർട്ടിക്കാർ പറയുന്നത്, മതം പറയുന്നത് കേട്ടോണ്ട് ചാടി പുറപ്പെടുന്ന ഒരാളാണെങ്കിൽ, അല്ലെങ്കിൽ ഒരാള് ജീവിതത്തിൽ എപ്പോഴും അതിർത്തിയും അക്ഷമയും മറ്റുള്ളവരെ കുറിച്ചുള്ള അസഹിഷ്ണുതയും അഭിപ്രായ വ്യത്യാസങ്ങൾ സഹിക്കാൻ പറ്റുന്നില്ല, ലോകത്തിലെ വൈവിധ്യങ്ങൾ സഹിക്കാൻ പറ്റുന്നില്ല, ഡൈവേഴ്സിറ്റി സഹിക്കാൻ പറ്റുന്നില്ല, ഇങ്ങനെയൊക്കെ ഉള്ള ഒരു അവസ്ഥയിൽ ഒരു മനുഷ്യൻ ജീവിക്കുകയാണെങ്കിൽ അയാൾക്ക് ചുറ്റുപാട് എപ്പോഴും പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കും. 100 കണക്കിന് ആൾക്കാർക്ക് തലവേദനയായിരിക്കാം മനുഷ്യൻ. ചില വീടുകളിൽ അങ്ങനെയുള്ളവരുണ്ട്, ചില ഓഫീസുകളിലുണ്ട്, ചില പ്രസ്ഥാനങ്ങളിലുണ്ട്. നേരെ തിരിച്ച് ഒരാള് ഈ തത്വങ്ങളെ ഒന്ന് മനസ്സിലാക്കി, ആർക്കോ വേണ്ടിയോ അല്ല, ഇതാണ് ജീവിതത്തിന്റെ ഹാർമോണിയസ് പാത, ഇതാണ് എനിക്ക് അറിയാനുള്ള ലക്ഷ്യം എന്നുള്ള ലക്ഷ്യബോധത്തോടെ ഒരാൾ ജീവിക്കുകയാണെങ്കിൽ, he may be a work in progress, he may not be a perfect being, പക്ഷേ ആ വർക്ക് ഇൻ പ്രോഗ്രസിൽ തന്നെ he will be a relief to thousands of people. ഇതാണ് ആർട്ട് ഓഫ് ലിവിങ്. ജീവിതം ഒരു കലയാണെന്ന് പറയുന്നത്. താത്വികമായി കൂടുതൽ ഡീപ്പറായിട്ട് അണ്ടർസ്റ്റാൻഡിങ്ങിന് നമുക്ക് പ്രാക്ടീസ് പലതും പഠിക്കേണ്ടി വരും. പക്ഷെ ഇത് അതിന്റെ ഒരു ഏകദേശം ചിത്രം തന്നാണ്. Our life is so precious. Even if you have only 1 year to live, don't waste it. Don't waste it. ഞാൻ തിരക്ക് പിടിച്ച് കുറെ കാര്യങ്ങൾ സമ്പാദിച്ചു വെക്കുവോ, അല്ലെ ഒരുപാട് പേരെടുത്ത് നല്ല അഭിപ്രായം ഉണ്ടാക്കുവോ, അതൊന്നല്ല ഉദ്ദേശിക്കുന്നത്. എന്തിനാണ് ഇത്, എങ്ങോട്ടാണ് ഈ പോക്ക് എന്നുള്ള ഒരു ചിന്തയ്ക്ക് വ്യക്തത ഉണ്ടാകാൻ വേണ്ടി വിശ്വാസങ്ങളും ധാരണങ്ങളും അഭിപ്രായങ്ങളും ഇതുവരെ കാണിച്ച കളികൾ തന്നെ ആ ലെവലിൽ കിടക്കാതെ ഒരു സ്റ്റെപ്പ് മുകളിലോട്ട് പോകാനായിട്ട് ഒരു ചവിട്ടുപടിയായി, ഒരു സ്റ്റെപ്പിംഗ് ഒരു സ്റ്റെപ്പായിട്ട് നിങ്ങൾ നമ്മുടെ ഏറ്റവും നല്ല മനഃശാസ്ത്ര ഗ്രന്ഥമായ യോഗസൂത്രം പറയുന്ന വിദ്യകൾ, അത് 7000 കൊല്ലം മുമ്പുള്ള മനുഷ്യനും ആധുനിക മനുഷ്യനും ജീവിത സാഹചര്യങ്ങൾ മാറിയെങ്കിലും ഈ മനസ്സെന്ന് പറയുന്ന സാധനം ഒന്നു തന്നെ ആയതുകൊണ്ട്, ജീവിതത്തിലെ തടസ്സങ്ങൾ ഒന്നു തന്നെ ആയതുകൊണ്ട്, അടിസ്ഥാനമായിട്ട് ഉള്ളിലിരിക്കുന്ന എനർജി ഒന്നു തന്നെ ആയതുകൊണ്ട് അന്നും ഇന്നും എന്നും പ്രസക്തമായ ചില തത്വങ്ങൾ മനസ്സിലാക്കുന്ന വഴി നമുക്ക് വളരാൻ പറ്റും. 2 തരം നിയമങ്ങളുണ്ട്. ഒന്ന് കാലം അനുസരിച്ച് മാറുന്നത്. ഭരണഘടന ഭേദഗതി ചെയ്താൽ മാറും, രാജ്യത്തെ സംവിധാനങ്ങൾ മാറും. ഇന്ത്യയിലെ റോഡിന്റെ ഇടതുവശത്താണ് ഓടിക്കുന്നത്, നിങ്ങൾ അമേരിക്കയിൽ പോയ റോഡിന്റെ വലതുവശത്താണ് ഓടിക്കുന്നത്. അങ്ങനെ കാലവും ദേശവും അനുസരിച്ച് മാറുന്ന നിയമങ്ങൾ ഒരു വഴി. അതിനെക്കുറിച്ച് വലിയ തർക്കങ്ങൾ ആൾക്കാർക്ക് അങ്ങനെ വേണം ഇങ്ങനെ വേണമെന്നൊക്കെ. അതിലൊക്കെ പെട്ടുപോകാതെ ഒരിക്കലും മാറാത്ത ചില തത്വങ്ങളുണ്ട്. ഉദാഹരണത്തിന് സൂര്യൻ പറഞ്ഞ പക്ഷെ മില്യൺസ് ഓഫ് ഇയേഴ്സ് മാറാത്ത ഒരു തത്വമല്ലേ. സൂര്യനാണ് നമ്മുടെ ഊർജത്തിന്റെ സ്രോതസ്. ഈ തത്വത്തെ എങ്ങനെ മാറ്റുമോ, അടുത്ത കാലത്ത് എങ്ങനെ ഉണ്ടാവും, ഇല്ലല്ലോ. അതുപോലെ മാറാത്ത ചില തത്വങ്ങൾ നമ്മുടെ മനസ്സിന്റെ പ്രവണത. ഇന്നലെ മനസ്സിന്റെ കുറെ പ്രവണതകൾ നമ്മൾ ചർച്ച ചെയ്തു. ഇതെല്ലാം എന്നും ഇങ്ങനെ തന്നെ ആയിരുന്നു. നിങ്ങൾ വലിയ പുരാതന ഗ്രന്ഥങ്ങളോ പിന്നെ ഗ്രീസിന്റെയോ ഇന്ത്യയിലെയോ ഒക്കെ അതിപുരാതനമായ ഗ്രന്ഥങ്ങൾക്ക് വായിച്ചാലും മനുഷ്യൻ ഇതേ കളികളും ഇതേ വിഷയങ്ങളൊക്കെ ആയി നിന്നു. അന്ന് ഉപയോഗിച്ചിരുന്ന അമ്പോ ആണ് ഇന്ന് മിസൈൽ ആയിരിക്കും. അങ്ങനെയുള്ള മാറ്റങ്ങളുണ്ട്. അന്ന് ടെലിഫോണില്ല. പക്ഷേ ജീവിത പ്രശ്നങ്ങളുടെ സ്വഭാവം, മനസ്സിന്റെ കളികളും അതിനെ അതിജീവിക്കാനുള്ള വിദ്യകളും അന്നും ഇന്നും ഒന്ന് തന്നെ. ഇറ്റേണൽ. നമുക്കൊരു ചെറിയ മെഡിറ്റേഷൻ ചെയ്യാം, ഒരു ഗൈഡ് മെഡിറ്റേഷൻ. ഇന്ന് ഞാനല്ല മെഡിറ്റേഷൻ ഗൈഡ് ചെയ്യുന്നത്. ഇന്ന് ഞാൻ
ഗുരുദേവ് ശ്രീ രവിശങ്കറിന്റെ ശബ്ദത്തിലുള്ള ഒരു മെഡിറ്റേഷൻ ആണ്. അത് വളരെ ഷോർട്ടാണ്. അത് അപ്പൊ ആദ്യം നമ്മളൊന്ന് കൈയൊക്കെ ഒന്ന് ഷേക്ക് ഒന്ന് കനങ്ങാതിരിക്കല്ലോ കുറെ നേരം. എല്ലാവരുടെയും കൈകളൊന്ന് ഷേക്ക് ചെയ്യുക. തോളുകളൊക്കെ നനക്കാം. നിങ്ങൾ ഇരിക്കുന്നിടത്തൊന്ന് ഇടത്തോട്ട് ട്വിസ്റ്റ് ചെയ്യാം. എന്താണെന്ന് നമ്മുടെ ബോഡി ജോയിന്റ്സ് ഒക്കെ നനങ്ങാനായിട്ട് ഇടത്തൊന്ന് ട്വിസ്റ്റ് ചെയ്യാം. വലത്ത് കൈ ഇടത്തെ മുട്ടിൽ വെച്ചിട്ട് അടുത്തോട്ടൊന്ന് ട്വിസ്റ്റ് ചെയ്യാം. ഇനി ഇടത്ത് കൈ വലത്തെ മുട്ടിൽ വെച്ചിട്ട് വലത്തോട്ട് ട്വിസ്റ്റ് ചെയ്യാം. ഇടത്തോട്ട് വലത്തോട്ട്. നിങ്ങൾ ആരും എനിക്ക് കാണാൻ പറ്റുന്നില്ല. ഞാൻ ഊഹിക്കുന്നത് നിങ്ങളെല്ലാം മനസ്സിലാക്കി ചെയ്യുന്നില്ല. വലിയ കൃത്യമായിട്ട് ചെയ്യണമെന്നില്ല. അത് ട്വിസ്റ്റ് വന്നാവും. റിലാക്സ്. ഇനി കൈകളൊന്ന് ഉയർത്തി പുറകോട്ടൊന്ന് മലർത്താം. ഇരുന്നോട്ട് തന്നെ മലർന്നിങ്ങനെ കൈകൾ വെച്ച് തലയും മലർത്തി വെച്ചുകൊണ്ട് ശ്വാസം എടുക്കുകയും വിടുകയും ചെയ്യാം. ഇനി നല്ലവണ്ണം കൈകൾ താഴോട്ട് കൊണ്ട് കുനിഞ്ഞ് താഴോട്ട് വരിക. പറ്റുമെങ്കിൽ തറയിൽ കൈകൾ വെച്ചിട്ട് നെറ്റി മുട്ടുകൾക്കിടയിൽ കണ്ടു ശ്വാസം എടുക്കുകയും വിടുകയും. നിവർന്നു വരാം. പതുക്കെ കൈകൾ ഉയർത്തിക്കൊണ്ട് വരാം. ഉയർത്തിക്കൊണ്ട് വന്നിട്ട് സ്ട്രെച്ച് ചെയ്യാം. പരമാവധി സ്ട്രെച്ച് ചെയ്യുക. ശ്വാസം എടുക്കുകയും വിടുകയും ചെയ്യാം. ബ്രീത്ത് ഇൻ. ശ്വാസം പുറത്തു വിട്ടുകൊണ്ട് കൈകൾ വശത്തോടെ താഴോട്ട് വിട്ടുക. റിലാക്സ്. കൈകൾ മടിയിൽ മലർത്തി വെക്കാം. കണ്ണുകൾ തുറന്ന് മേലോട്ട് നോക്കാം. മുഖം അനക്കരുത്. കണ്ണുകൾ മാത്രം മേലോട്ട്. ഒരിക്കലും കാണാം. വലത്ത് വശത്തേക്ക് നോക്കാം. താഴോട്ട് നോക്കാം. ഇടത്ത് വശത്തേക്ക്. മുകളിൽ വലത്ത്, താഴെ ഇടത്ത്. കണ്ണുകൾ റൊട്ടേറ്റ് ചെയ്യുക. ക്ലോക്ക് വൈസ് റൊട്ടേഷൻ. റിലാക്സ്. ഇനി തിരിച്ച് അടുത്ത വശത്തേക്ക്. ആന്റി ക്ലോക്ക് വൈസ് റൊട്ടേഷൻ. നേരെ മുകളിൽ നോക്കുന്നു. ഇടത്ത്, താഴെ, വലത്ത്. ടോപ്പ്, ലെഫ്റ്റ്, ഡൗൺ, റൈറ്റ്. ടോപ്പ്, ലെഫ്റ്റ്, ഡൗൺ, റൈറ്റ്. ആന്റി ക്ലോക്ക് വൈസ് റൊട്ടേഷൻ ചെയ്യാൻ 2-3 തവണ. റിലാക്സ്. കണ്ണുകൾ പുറത്തേക്ക് തള്ളിക്കൊണ്ടിരാം. ബൾജ് യുവർ ഐസ് ഔട്ട്. ഇനി കണ്ണുകൾ ടൈറ്റ് ആയിട്ട് അടയ്ക്കുക. കണ്ണുകൾ അടയ്ക്കുമ്പോൾ മുഖം മൊത്തം ചുളിക്കാതെ നോക്കുക. കണ്ണ് മാത്രം ഒന്ന് ടൈറ്റൻ ചെയ്ത് ടൈറ്റൻ. കണ്ണുകൾ വിടർത്തി പുറത്തേക്ക് ചാടിക്കുക. വീണ്ടും കണ്ണുകൾ അടച്ച് ടൈറ്റൻ ചെയ്യാം. റിലാക്സ്. വരി ലൈൻസ്, പുരികത്തിന്റെ മുകളിലുള്ള നെറ്റിയിലുള്ള വരകൾ, ആ വരകളിലൂടെ ഒന്ന് വിരൽ ഒഴിക്കാം. നല്ല സ്മൂത്ത് ആയിട്ട് റിലാക്സ്. ഇനി നിങ്ങളുടെ ടെമ്പിൾസ്, നമ്മുടെ ചെന്നി നല്ലത് നെറ്റിയുടെ ഇരുവശത്ത് അവിടെ നിന്ന് താഴോട്ട് 2 വിരലുകൾ ഓടിച്ചു കൊണ്ടുവന്ന് താടിയുടെ അവർക്ക് കൊണ്ടുവരാം. 2-3 തവണ ചെയ്യാം. മീൻസ് മൈൽഡ് ലൈൻസ്. മൂക്കിന്റെ വശങ്ങളിലൂടെ പുഞ്ചിരിയുടെ വരകൾ. ഓരോ ചൂണ്ടുവിരൽ മാത്രം കൊണ്ട് അതിന് തടവാം. സുഖമായിട്ട് തടവുക. തള്ളവിരൽ കണ്ണിന്റെ മുകളിലുള്ള സോക്കറ്റ്, ആ സോക്കറ്റിന്റെ അപ്പർ സോക്കറ്റില് തള്ളവിരൽ കൊണ്ട് തടവാം. ലോവർ സോക്കറ്റ് ചൂണ്ടുവിരൽ കൊണ്ട് തടവാം. കണ്ണുകൾ അടച്ചിട്ട് ആദ്യം കാണുക ഞാൻ ചെയ്യുന്നത്. കണ്ണുകൾ അടച്ചിട്ട് അധികം അമർത്താതെ ചെറുതായിട്ട് തലവിടാം. ഇനി കണ്ണുകൾ അടച്ച് ചെയ്തോളൂ. 2 വിരൽ കൊണ്ട്. വായ തുറന്നിട്ട് താടി അടുത്തോട്ടും വലത്തോട്ടും കൊണ്ടുപോകാം. കോടിച്ചിട്ട് വായ മാക്സിമം തുറക്കാം. പല്ലുകൾ കടിച്ച് പൂർണ്ണമായിട്ട് ഞെരിച്ചു വെക്കാം. വീണ്ടും മാക്സിമം തുറക്കാം. പല്ലുകൾ കടിച്ച് ഞെരിച്ചു വെക്കാം.
വീട്ടിൽ ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ എന്ത് ഭ്രാന്താണെന്ന് തോന്നരുത് കേട്ടോ. ഇനി കണ്ണുകൾ അടച്ച് റിലാക്സ് ചെയ്യാം. കണ്ണുകൾ അടയ്ക്കാം. മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ നമ്മൾ ഇൻസ്ട്രക്ഷൻസ് വളരെ ലൈറ്റ് ആയിട്ട് ഒന്ന് ഫോളോ ചെയ്യാൻ മതി. ബലം പ്രയോഗിച്ച് അനുസരിക്കേണ്ട കാര്യമില്ല. ഒരു എഫോർട്ടും ഇല്ലാതെ ഇൻസ്ട്രക്ഷൻസ് കേട്ടിരുന്നാൽ आराम से बैठ जाते हैं ഇംഗ്ലീഷിലുള്ള ഇൻസ്ട്രക്ഷൻസ് കേൾക്കാം. और सिर को ऊपर करते, जितना ऊपर आप कर सकते हो करो. छत को देखिए, लुक एट द सीलिंग തല ഉയർത്തി മേല് കഴുത്ത് പിന്നോട്ടാക്കി and come down, chin down, look at the floor, गर्दन नीचे करें और जमीन को देखें കഴുത്ത് താഴോട്ടാക്കി और फिर गर्दन को धीरे धीरे सीधा करें. अब बाएं घूमिएगा. Now move your neck towards the left and then gently, consciously move your neck towards the right. दाहिनी बाजू अपना गर्दन घुमाइए धीरे धीरे. हर इंच महसूस करते हुए, चलन का पूरा अनुभव करते हुए करें. फिर एक बार गर्दन को घुमाइए जैसे नृत्य कर रहे हो आप. ध्यान भी एक नृत्य ही है. फिर से दाहिनी तरफ ഇടത്തോട്ട് और गर्दन को सीधा लेके आएगा. നൃത്തം फिर अब सीधा गर्दन रखे. अब कंधों को ऊपर करिए, कान से लगाने की चेष्टा करें. सांस लेते लेते कंधों को ऊपर किया, रोका, അത് നേരെ വെച്ച് सब कुछ रोक दे. ചെവിയിലേക്ക് ഉയർത്തുക. कुछ चंद सेकंड के लिए, just for few seconds, just stop everything. Stop your breath, stop the movement and then let go. फिर छोड़ दे. सांस छोड़ते छोड़ते कंधों को ढीला छोड़ दे. फिर एक बार करते हैं. सांस भरे, ശ്വാസം എടുക്കാം. सांस भरते 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 कंधों को ऊपर ले जाते हैं, कान में लगाने की चेष्टा करते हैं और रोकते हैं. അവിടെ പിടിച്ചു നിർത്തുക. स्तब्ध करें सब कुछ, थम जाए सब कुछ. Everything is stopped. Your breath stopped. Your body is still. Mind is frozen. Now come down as you breathe out. Now relax your whole body. And you may keep your eyes open at 30 degrees. 30 डिग्री पर आंखों को खुला रखें. अभी बंद ना करें, आंखें खुले रहें. Let your eyes, let your gaze be at 30 degrees. Your eyes open. Your eyes are open. Your attention is on your breath. Become aware of your breath and be aware of the billions and trillions of cells in your body. आपके शरीर में अरबों खरबों अणु परमाणु हैं, जीव कोश है, सेल्स हैं. उसके प्रति सजग होते रहें और आंख खुली रहने दीजिए. 30 डिग्री पर अपना दृष्टि माने जमीन पर देखते जाएं. जमीन को देखते जाएं और आंखें खुले रहने दीजिए. शरीर पर ध्यान हो. मन ही मन शरीर को प्रसाद के रूप में स्वीकार करें. कीप योर आईज ओपन एंड फील द बॉडी. फील योर ओन बॉडी. फील द बिलियंस एंड ट्रिलियंस ऑफ सेल्स इन योर बॉडी. Honoring them, accepting them,
Just be, just repose. You may feel some restlessness. Embrace the restlessness as well. कहीं बेचैनी हो रही हो अंदर, उस बेचैनी को भी गले लगा लें, आलिंगन कर लें बेचैनी को। बेचैनी की लकड़ी आपके ज्ञान के अग्नि में पड़कर भस्म हो जाते। होश के अग्नि में बेचैनी भस्म हो जाते हैं, गायब हो जाते हैं। पूरे होश के साथ बने रहे, अधखुली नैनों के साथ। Just be present. Have this presence of mind, or be mindful. Now, with your eyes open, of your body and the surrounding. Another deep breath in. And as you breathe out, notice the relaxation that is dawning in the entire body. एक गहरी सांस लीजिए, रोकिए और सांस छोड़िए। छोड़ते छोड़ते देखें पूरा शरीर विश्राम की ओर चल पड़ा है। अब आंखें बंद कर लें। കണ്ണുകളടയ്ക്കാം. इस वक्त आंखें बंद है, शरीर स्थिर है, हिलना डुलना नहीं। Your breath is getting feeble, unperturbed. Just be with whatever sensation you are feeling. चंद क्षणों के लिए बनी रहिए स्थिर और शांत। जो भी बेचैनी है, जो भी हलचल है, उन सब को रहने दें, उन सब को स्वीकार करें, उन सब की आहुति देके विश्राम करें। आज का ये आसमान नया है, आज की बादल आज ही की है, नई है। आज की हवा ताजी है, नई है। इस घड़ी सब कुछ नया है। मन की खेचली को छोड़कर आप भी ताजा हो चुके हैं। You have shunned the skin of the past. You have become new as well. The earth is new, skies are new, the clouds and their patterns are new, the flowers are new.
So is your mind. Let go of the old and be with the new. Just this moment, the freshness of this moment, to be rejoiced now. इस घड़ी की ताजगी को इसी वक्त अनुभव करते हैं। मुस्कुराते मुस्कुराते विश्राम करते हैं। We repose with a smile. ഒരു പുഞ്ചിരിയോടെ വിശ്രമിക്കുക. The melody is enveloping you from all the sides. मधुरता आपको चारों ओर से घेर चुकी है। मधुरता आपके वातावरण में भर गया है। इस वक्त विश्राम करें, केवल विश्राम। This moment, just repose and relax. Let go of all your efforts whatsoever.
let go and relax more and more. सब प्रयत्न छोड़कर और विश्राम में चलते हैं, और गहरी शांति में चलते हैं। चुप रहे, कुछ न करें। और धीरे धीरे शरीर और परिसर के प्रति सजग हो जाए। Slowly and gradually become aware of body and surrounding. Slowly and gradually let us open our eyes. Relax and come out of the meditation. കേൾക്കാൻ പറ്റുമായിരുന്നോ? ക്ലിയർ ആയിരുന്നു. ഓക്കെ. ഹിന്ദിയിലുള്ള പോർഷൻ കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് മനസ്സിലാക്കാൻ സാധിച്ചില്ല. പക്ഷെ ഇംഗ്ലീഷ് ഉണ്ടായിരുന്നു. എന്നാലും ഹിന്ദിയിലുള്ള ഏകദേശം എല്ലാം ഇംഗ്ലീഷിലും പറഞ്ഞല്ലോ. ഓക്കെ. ഇത് നമ്മള് ഇപ്പൊ അറ്റൻഡ് ചെയ്ത ഒരു ഗൈഡഡ് മെഡിറ്റേഷൻ. ഗൈഡഡ് മെഡിറ്റേഷന് നമുക്ക് റിലാക്സ് ചെയ്യും, കുറെ ബെനിഫിറ്റ്സ് ഉണ്ട്. പക്ഷെ ഏറ്റവും നല്ല മെഡിറ്റേഷൻ ഞാൻ തന്നെ മെഡിറ്റേറ്റ് ചെയ്യാം. മുമ്പേ പറഞ്ഞ ഈ ഡീപ്പർ ലെയേഴ്സിലൊക്കെ
ക്ലീൻസിങ് നടക്കുന്നത് തന്നെ മെഡിറ്റേറ്റ് ചെയ്യുക. അതാണ് ഇപ്പൊ ഞാൻ പറഞ്ഞ സഹസമാധി മെഡിറ്റേഷൻ. സ്വയം ധ്യാനത്തിലേക്ക് പോകുക. അതിന് ശകലം ട്രെയിനിങ് ആവശ്യമാണ്. അത് നമ്മുടെ ഞാൻ പറഞ്ഞ 3 ദിവസത്തെ കോഴ്സ് ഉണ്ട് ഇന്നലെ പറഞ്ഞു. ഇന്നലെ ആരും ചോദിച്ചപ്പോഴാണ്. അപ്പൊ സതീഷ് ഇന്നലെ ഒരു ചോദ്യം ചോദിച്ചാൽ നമ്മള് ട്രോമ അല്ലെങ്കിൽ ജീവിതത്തിലുള്ള പഴയ എക്സ്പീരിയൻസിന്റെ ദുഃഖമോ പ്രശ്നങ്ങളോ പശ്ചാത്താപം അങ്ങനെ എന്തെങ്കിലും ശക്തമായിട്ട് നമ്മൾ വീണ്ടും വീണ്ടും മതിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യണം? ഞാനൊരു താൽക്കാലിക സൊല്യൂഷൻ പറഞ്ഞു. പക്ഷെ അങ്ങനെയുള്ള പ്രശ്നങ്ങളെ അതിന്റെ റൂട്ടിൽ തന്നെ ഡിസോൾവ് ചെയ്യും നമ്മൾ റെഗുലറായിട്ട് ധ്യാനിക്കുന്നുണ്ട്. ഇപ്പം ലെയർ ആഫ്റ്റർ ലെയർ ക്ലീൻസിങ് നടക്കുമ്പോൾ അതൊക്കെ മാഞ്ഞു പൊക്കോളും. നമ്മള് മുമ്പേ ഗുരുദേവ് പറഞ്ഞില്ലേ, നൂതനമായിട്ട് നിത്യനൂതനമായിട്ട് ജീവിക്കാനുള്ളതാണ്. ശരീരം പഴയൊന്നുണ്ടെങ്കിലും നമ്മുടെ മൈൻഡ് ഫ്രഷ് ആയിട്ടിരിക്കുക. എന്നും കാണുന്ന പൂവ് ഇന്നും കാണുമ്പോഴും ആദ്യം കാണുന്ന പോലെ നമുക്ക് സുന്ദരമായിട്ട് തോന്നുക. അതാണ് നൂതനത്വം. ഈ നൂതനത്വമാണ് തന്നെത്താനെ റെഗുലറായിട്ട് മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ. റെഗുലർ പറഞ്ഞാൽ കുറച്ച് മിനിറ്റ്, 10-20 മിനിറ്റ് ഒന്ന് വിശ്രമിച്ചാൽ മതി. നിങ്ങളുടെ ഉറക്കത്തിന് പോലും നല്ല ആഴം കിട്ടും. ഉറക്കത്തിന്റെ ഡ്യൂറേഷൻ എത്രയായാലും ഡെപ്ത് കൂടുതലായിരിക്കും മെഡിറ്റേറ്റ് ചെയ്യുന്നവർക്ക്, എല്ലാ ആസ്പെക്റ്റിലും. ഓക്കെ, അപ്പൊ ഇന്നത്തെ കവർ ചെയ്യാൻ ഉദ്ദേശിച്ച പ്രധാനപ്പെട്ട പോയിന്റ്സ് എല്ലാം പറഞ്ഞു കഴിഞ്ഞു. എന്തെങ്കിലും ചോദ്യങ്ങൾ ഈ വിഷയത്തെ സംബന്ധിച്ചുണ്ടെങ്കിൽ അറിയാവുന്നവർ പറഞ്ഞുതരാം. പടയാറ്റി പറഞ്ഞതുപോലെ ഹിന്ദി എനിക്ക് വലിയ വശമൊന്നുമില്ല. സർവീസിലൊക്കെ ഉണ്ടായിരുന്ന അത്യാവശ്യം കൈകാര്യം ചെയ്യും. അതിലേക്ക് ഹിന്ദി കൂടുതലായിരുന്നു. കാരണം കൂടുതൽ 80% ആൾക്കാർക്ക് ഹിന്ദി കൊള്ളാൻ പറ്റുന്ന ഉറപ്പാണ്. 10% ആൾക്കാർക്ക് കൊള്ളാൻ പറ്റിയിരിക്കും. അതോടൊപ്പം തന്നെ നമ്മുടെ റിലാക്സിന്റെ ടെക്നിക്ക് ഈ 3 ദിവസത്തെ ട്രെയിനിലൂടെ മാത്രം റിപ്പീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ പറയുന്നു. അത് ഒരു കാര്യമുണ്ട്. ഇന്നത്തെ നമ്മൾ ട്രെയിനിങ് എന്റെ മുന്നിട്ട് ഒരു വളരെ സമയം കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതായത് മനസ്സിൽ പല പല കാര്യങ്ങളൊക്കെ പറഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇടയ്ക്ക് തിരിച്ചു വരുന്നുണ്ടായിരുന്നു. അപ്പൊ ട്രെയിനുകൾ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുമായിരിക്കും. അതിനെക്കുറിച്ച് ഒന്ന് വിശദീകരിക്കാമോ? എന്താണ് ട്രെയിനിങ് നമ്മൾ ഇമ്പ്രൂവ് ചെയ്യാൻ? നമ്മൾ ഫുൾ പ്രാക്ടീസ് ആണോ അതോ പുതിയ ഗൈഡ് ലൈൻ ഇൻസ്ട്രക്ഷനാണോ അതോ ഒന്ന് പറയാമോ? ഈ സൗണ്ട് നല്ലോണം ക്ലിയർ അല്ലാന്നുകൊണ്ട് ഞാൻ കേട്ടത് ഇപ്പം പ്രസന്നം ചോദിച്ചത് ഞാൻ കേട്ടത് ഞാൻ പറയാം, അത് തിരുത്തണം. ഞാൻ കേട്ടത് എങ്ങനെയാ വെച്ചാൽ ഈ നമ്മുടെ ഈ ഞാൻ മുമ്പേ പറഞ്ഞ 2 കോഴ്സുകൾ പറഞ്ഞില്ലേ, ഒന്ന് ബ്രീത്തിങ് ബേസ്ഡ് ആയിട്ടുള്ള മറ്റേ മെഡിറ്റേഷൻ ബേസ്ഡ് ആയിട്ടുള്ള ഈ കോഴ്സുകളുടെ ട്രെയിനിങ്ങിന്റെ രീതി എങ്ങനെയാണെന്നാണോ ചോദിച്ചത്? ഒന്ന് ഹാപ്പിനെസ് പ്രോഗ്രാം എന്നാണ് ഒരു കോഴ്സിന്റെ പേര്. ഹാപ്പിനെസ് പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ അതൊരു യോഗ ബേസ്ഡ് പ്രോഗ്രാമാണ്. പക്ഷെ നമ്മളിത് ഹാപ്പിനെസ് ആണ് ഉടനെ നമുക്ക് അതിൽ നിന്ന് കിട്ടുന്ന റിസൾട്ട് ഹാപ്പി ആയിട്ട് ജീവിക്കുക എന്നുള്ളതാണ്. പിന്നെ ആരോഗ്യത്തിലും മറ്റ് പല രംഗങ്ങളിലും അതിന് പ്രയോജനം ഉണ്ടാകുന്നത്. അതിൽ ബേസിക്കലി നമ്മൾ 2 ആസ്പെക്ട്സ് അതിനകത്തുണ്ട്. ഒന്ന്, നമ്മുടെ ചില യോഗ ടെക്നിക്ക്, കുറച്ച് ആസനങ്ങൾ, പ്രാണായാമം, സുദർശനക്രിയ ബ്രീത്തിങ് ടെക്നിക്കുകൾ. ഇപ്പൊ പറഞ്ഞില്ല, പല ബ്രീത്തിങ് പാറ്റേൺ കൂടെ പോകുമ്പോൾ നമ്മുടെ എമോഷൻസ് പ്യൂരിഫൈ ചെയ്യുന്നു. അപ്പം അങ്ങനെ ശുദ്ധീകരണ പ്രക്രിയ ഈ ഇന്നലെ പറഞ്ഞ 7 തലങ്ങളിലും ശുദ്ധീകരണം വരുത്താൻ പറ്റിയ ഒരു പ്രോസസ്സുകൾ അതിനകത്തുണ്ട്. അപ്പൊ നമ്മളത് ക്ലാസ് അറ്റൻഡ് ചെയ്യുമ്പോഴത്തെ 7ാം തലമാണ് ഏത് തലമാണെന്ന് അന്നേരം നമ്മൾ ആലോചിക്കുന്നൊന്നുമില്ല. പക്ഷെ ചില ശ്വാസ പ്രക്രിയകളും ചില യോഗാസനങ്ങളും ഒക്കെ ചില മെഡിറ്റേഷനും ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് നല്ല സുഖമായിട്ട് തോന്നും. കാരണം എന്താണ്? ഈ തലങ്ങൾ ശുദ്ധീകരിക്കപ്പെട്ടുകൊണ്ടാണ്. അപ്പൊ അതാണ് ഒരു വശത്തെ പ്രോസസ്സസ് ആൻഡ് ടെക്നിക്സ്. മറുവശത്ത് വിസ്ഡം ടിപ്സ് ഉണ്ട്. ഇപ്പൊ മനസ്സിന്റെ ഇന്നലെ ഞാൻ പറഞ്ഞല്ലോ, മനസ്സിനെ വാട്ട് എവർ യു റെസിസ്റ്റ് വിൽ പെർസിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഇതൊരു വിസ്ഡം ടിപ്പാണ്. ഈ ഒരു ധാരണ നമ്മൾ ക്ലാസ്സിൽ പറയുമ്പോൾ പ്രാക്ടിക്കൽ എക്സാമ്പിൾ വഴി നമ്മൾക്ക് തന്നെ അത് ബോധ്യമാകുന്ന രീതിയിൽ, നമുക്ക് തന്നെ അത് മനസ്സിലാകുന്ന രീതിയിൽ പറഞ്ഞു കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ മുഴുവൻ ആ ഒരു പാഠമായിട്ട് നമ്മളെ കൂടെ നിൽക്കും. അപ്പൊ അത് എപ്പോഴെങ്കിലും നമ്മൾ റെസിസ്റ്റ് ചെയ്യാൻ ഒരു പ്രശ്നം കൂടുമ്പോൾ നമ്മൾ പെട്ടെന്ന് തിരിച്ചറിയും. അപ്പം അങ്ങനെ പ്രാക്ടിക്കൽ വിസ്ഡത്തിന്റെ ചില ടിപ്സ് ഉണ്ട്. പ്രത്യേകിച്ച് അതിനകത്ത് 5 നോളജ് കീസ് എന്ന് കാര്യം പഠിക്കുന്നുണ്ട്. അതായത് ജീവിതത്തിലെ ഏത് സന്ദർഭത്തിലും ബുദ്ധിമുട്ടുകൾ നേരിടുകയാണെങ്കിൽ അതിൽ നിന്ന് പുറത്ത് കടക്കാനുള്ള 5 കീസ്, ചാവി അല്ലെങ്കിൽ താക്കോല്, അതിൽ ഏതെങ്കിലും ഒരു ടിപ്പ് നിങ്ങൾക്ക് ഉപയോഗിച്ച് ആ അവസ്ഥയിൽ നിങ്ങൾക്ക് യു ക്യാൻ സെയിൽ ത്രൂ ദ ചലഞ്ചസ്. അങ്ങനെയുള്ള അത് ഇതൊന്നും ഒരു പ്രീച്ചിങ് രീതിയിലല്ല കോഴ്സ് നടക്കുന്നത്. ക്ലോസിൽ നടക്കുന്ന ഒരു ഇന്ററാക്ട് രീതിയിലാണ്. അപ്പം എല്ലാവർക്കും അത് മനസ്സിലാക്കിക്കൊണ്ട് പോകുന്ന രീതിയിലാണ് പോകുന്നത്.
പക്ഷെ ആ കോഴ്സ് ഇടയ്ക്ക് വന്നപ്പോഴൊക്കെ റിപ്പീറ്റ് ചെയ്യാനായിട്ട് പണ്ട് ചെയ്തിട്ടുള്ള റിപ്പീറ്റ് ചെയ്യുമ്പോൾ കുറച്ച് ഡീപ്പായിട്ട് കൂടുതൽ തോന്നിക്കും. കോഴ്സ് ഒന്ന് തന്നെയാണേലും, കാരണം ഇതൊരു ഡീപ്പ് സബ്ജക്റ്റ് ആണ്. പക്ഷേ ഓരോ തവണയും നമ്മൾ കൂടുതൽ ഫ്രഷ് ആയിക്കൊണ്ടിരിക്കും. അപ്പം നോളജ് ടിപ്സ്, വിസ്ഡം ടിപ്സും ടെക്നിക്സും ഇത് രണ്ടും കൂടി, അതായത് ടെക്നിക്സ് കോഴ്സ്, ഇത് രണ്ടും ഇന്റഗ്രേറ്റ് ചെയ്ത ഒരു ടീച്ചിങ് മെത്തേഡ് അതിനകത്തുള്ളത്. ഇതാണ് ഹാപ്പിനെസ് പ്രോഗ്രാം. മറ്റ് പ്രോഗ്രാം പ്യുവർ മെഡിറ്റേഷൻ കോഴ്സ്, സഹജ് സമാധി ധ്യാന യോഗ, അതില് നമ്മള് തന്നെ ഇരുന്ന് ഒരാൾ കണ്ണടച്ച് ധ്യാനത്തിലേക്ക് എങ്ങനെ പോകാൻ പറ്റും എന്നതിന്റെ ട്രെയിനിങ് ആണ്. അവിടെ ഒരു ടീച്ചർ, അതിന് വളരെ കുറച്ച് ടീച്ചേഴ്സ് തന്നെ ഉള്ളൂ, കാരണം അത് കുറച്ച് സീനിയർ ടീച്ചേഴ്സിന് മാത്രമേ ഇതിന് അഡീഷണൽ ട്രെയിനിങ് കൊടുത്ത് ടീച്ചറാക്കാറുള്ളൂ. കുറച്ചു കാലം ഹാപ്പിനെസ് പ്രോഗ്രാം ഒരുപാട് കാലം പഠിപ്പിച്ച് അങ്ങനെ ഒരു തടുക്കം വന്ന ടീച്ചറിന് സഹജസമാധി. പക്ഷെ സഹജസമാധി ധ്യാനം വളരെ സിമ്പിൾ ആണ്. പക്ഷെ സിമ്പിൾ കാര്യങ്ങൾ ചെയ്യാൻ ആണ് നമുക്ക് പലപ്പോഴും ശീലമല്ല. സിമ്പിൾ തിങ്സ് ആർ ഡിഫിക്കൽട്ട് ബിക്കോസ് വി മേക്ക് അവർ മൈൻഡ് കോംപ്ലിക്കേറ്റഡ്. അപ്പൊ ആ ട്രെയിനിങ് കിട്ടിക്കഴിയുമ്പോൾ സിമ്പിൾ ആയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പഠിക്കും. അവിടെ ഒരു ദീക്ഷ, ഇനീഷ്യേഷൻ പ്രോസസ് ഉണ്ട്. അതാണ് അതിന് പ്രധാനപ്പെട്ട സഹജസമാധി. അപ്പൊ ഈ രണ്ട് കോഴ്സും തികച്ചും വ്യത്യസ്തമായ പാറ്റേൺ ആണ്. ഒന്നിന്റെ കോംപ്ലിമെന്ററി ആണ് മറ്റേത്. രണ്ടും കൂടെ ചേരുമ്പോൾ ഞാൻ പറഞ്ഞു ഏതെങ്കിലും ഒന്ന് ഏറെ തന്നെ നിങ്ങൾക്ക് വളരെ വലിയ വ്യത്യാസം ഉണ്ടാകും. ലോകത്തെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള കോഴ്സ് ഹാപ്പിനെസ് പ്രോഗ്രാം. മുമ്പേ പറഞ്ഞ ബ്രീത്തിങ് ടെക്നിക്സ് ഒക്കെ വഴി റിലാക്സ് ചെയ്യുന്ന പരിപാടി, അത് വളരെ യുണീക്കാണ്. സഹജസമാധി ഇതിലും നിങ്ങൾ ആദ്യമായിട്ട് ചെയ്യുമ്പോൾ ഹാപ്പിനെസ് പ്രോഗ്രാം ചെയ്യണമെന്നോ സഹജസമാധി ചെയ്യണമെന്നോ അങ്ങനെ നിയമമൊന്നുമില്ല, ഏതെങ്കിലും ഒന്ന് ചെയ്യാം. സഹജസമാധി കോഴ്സ് നിങ്ങൾ മെഡിറ്റേഷൻ മാത്രമാണ് പഠിക്കുന്നത്. പിന്നെ ഇത്രയും സമയം എടുക്കുന്ന 1.5 മണിക്കൂർ 2 മണിക്കൂർ എന്താണെന്ന് വെച്ചാൽ അത്രയും നേരം മെഡിറ്റേഷൻ അല്ല, അത് മെഡിറ്റേഷനെ എൻഹാൻസ് ചെയ്യുന്ന പാരാമീറ്റേഴ്സ് ആണ്. നമ്മൾ എങ്ങനെ അത് മെഡിറ്റേഷൻ എടുക്കുള്ളൂ, ചാലഞ്ചസ് ഹാൻഡിൽ ചെയ്യും, എങ്ങനെ ഇഷ്യൂ തോട്ട്സ് വരുന്ന എന്ത് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഡൾനെസ് വന്നാൽ എന്ത് ചെയ്യാം, ഇങ്ങനെയൊക്കെ ഉള്ളതിനെ കുറിച്ചുള്ള ക്ലിയർ ഗ്രാഫ്. പിന്നെ മനസ്സിന്റെ കോൺഷ്യസ് മൈൻഡ്, സബ് കോൺഷ്യസ് മൈൻഡ്, അൺകോൺഷ്യസ് മൈൻഡ്, സൂപ്പർ കോൺഷ്യസ് മൈൻഡ്, ഇതിനെ കുറിച്ചുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ്, ഇങ്ങനെയുള്ള നോളജ് പാർട്ട് അതിനെ കുറിച്ചുണ്ട്. അതെല്ലാം കൂടി ചേർന്നാണ് സഹജസമാധി മെഡിറ്റേഷൻ കോഴ്സ്. ഐ റെക്കമെൻഡ് ബോത്ത് ഓഫ് ദിസ് ടു യു. പിന്നെ വേറെ ഒരു കോഴ്സ് ഉണ്ട്, പ്യുവർ ട്രഡീഷണൽ യോഗ കോഴ്സ്. നമ്മുടെ പല കൂട്ടുകാരും ഈ കോഴ്സുകളൊക്കെ ചെയ്തതാണ്. ഇവിടെ ഇരിക്കുന്നതിലും അല്ലാത്തതിനും പല കൂട്ടുകാരും ഈ കോഴ്സുകളൊക്കെ ചെയ്തത്, ചിലർ എൻ്റെ അടുത്ത് തന്നെയാണ് ചെയ്തത്. അപ്പൊ ആ യോഗ കോഴ്സ്, പ്യുവർ ട്രഡീഷണൽ യോഗ കോഴ്സിന് ഒരു ഫസ്റ്റ് പ്രയോറിറ്റി ഞാൻ കൊടുക്കില്ല. കാരണം നിങ്ങൾക്ക് വേഗം നിങ്ങൾക്കൊരു എക്സ്പീരിയൻസ് ഉണ്ടാകുന്നത്, ഒരു ഹാപ്പിനെസ് ജീവിതത്തിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു കാംനെസ്, ക്ലാരിറ്റി, മുമ്പേ പറഞ്ഞ 7th ലെവലിനെ കുറിച്ചുള്ള ഒരു ടച്ച് കിട്ടുന്നതൊക്കെ ഈ സഹജസമാധിയും ഹാപ്പിനെസ് പ്രോഗ്രാമും ചെയ്യുന്നുണ്ട്. ഇത് നേരിട്ടുള്ള ഫിസിക്കൽ ഇതല്ലേ, ട്രെയിനിങ് അല്ലേ? രണ്ട് തരത്തിലുണ്ട്. ഇപ്പം ഹാപ്പിനെസ് പ്രോഗ്രാം ഓൺലൈനായിട്ട് അവൈലബിൾ ആണ്. ബെസ്റ്റ് നേരിട്ട് ചെയ്യുന്നതാണ്. കാരണം ചില ഓൺലൈൻ കോഴ്സുകളിൽ സാധിക്കില്ല. ഓൺലൈൻ കോഴ്സിന് 2 മണിക്കൂർ വെച്ച് 4 ദിവസമാണ്. അതിന് പ്രത്യേക സിലബസും മാനുവലും ഒക്കെ ഉണ്ട്. ഓഫ്ലൈൻ കോഴ്സ്, നേരിട്ടുള്ള കോഴ്സ് 6 ദിവസത്തെയാണ്, 2.5 മണിക്കൂർ വെച്ച്. നാച്ചുറലി ഓഫ്ലൈൻ കോഴ്സുകളിൽ പല പ്രോസസ്സും കൂടുതൽ ചെയ്യിക്കാൻ പറ്റും, ഗ്രൂപ്പ് ആയിട്ടുള്ള ആക്ടിവിറ്റീസും ഒക്കെ ചെയ്യാൻ പറ്റും. അതാണ് ഹാപ്പിനെസ് പ്രോഗ്രാമിന്റെ ഓൺലൈൻ ഓഫ്ലൈൻ തമ്മിലുള്ള വ്യത്യാസം. ഏത് വേണമെന്ന് വെച്ചാൽ ഈ പോസിബിൾ ഡു ഓഫ്ലൈൻ, ബട്ട് ഈവൻ ഇഫ് യു ഡു ഓൺലൈൻ ആഫ്റ്റർ സം മന്ത്സ് ഡു ഓഫ്ലൈൻ ഓൾസോ. നമ്മൾ ഒരിക്കലും ഒരു കോഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ റിപ്പീറ്റ് ചെയ്യുന്നതിന് ഫീസോ ഉദ്ദേശനോ ഒന്നുമില്ല. വൺസ് യു ഡു ദാറ്റ് ഓൺലൈൻ ഓർ ഓഫ്ലൈൻ, വൺ ഓഫ് ദം, യു ക്യാൻ റിപ്പീറ്റ് എനി നമ്പർ ഓഫ് ടൈംസ് എനിവെയർ ഇൻ ഇന്ത്യ. ഈവൻ ഗൾഫിലൊക്കെ ആണെങ്കിലും ഫ്രീ തന്നെയാണ്. ചില രാജ്യങ്ങളിൽ ചിലപ്പോൾ റൂം റെന്റിന്റെ ഒക്കെ ഷെയർ കൊടുക്കേണ്ടി വരും, അത്രേ ഉള്ളൂ. അപ്പം സെയിം ലെവൽ കോഴ്സ് ഈസ് ഫ്രീ ആൻഡ് ഈസ് റെക്കമെൻഡഡ് ടു റിപ്പീറ്റ് ആഫ്റ്റർ വൺസ് ഇൻ എ വൈൽ. അപ്പം ഓൺലൈൻ ആണോ ഓഫ്ലൈൻ ആണോ പ്രിഫർ ആണോ എന്ന് കഴിഞ്ഞാൽ ഹാപ്പിനെസ് പ്രോഗ്രാം ഞാൻ പറയും നിങ്ങൾ ഓഫ്ലൈൻ കോഴ്സ് പ്രിഫർ ചെയ്യുക. പക്ഷേ ഓഫ്ലൈനിൽ കാത്തിരുന്ന് നടത്തുന്നു ഇല്ല, അല്ല എനിക്ക് പോകാൻ സൗകര്യമില്ല, 10 ദിവസം ഇല്ല, ഓൺലൈൻ ചെയ്തു. ഓൺലൈൻ ഈസ് നോട്ട് വെരി ലോ ഏർണിംഗ്, ബട്ട് ബെസ്റ്റ് ഈസ് ഓഫ്ലൈൻ. പിന്നെ മറ്റേ കോഴ്സ് സഹജസമാധി ഓൺലൈനും ഓഫ്ലൈനും സിലബസ് ഈസ് സെയിം ആൻഡ് ഇറ്റ് ഈസ് ഈക്വലി എഫക്റ്റീവ്. Only thing is when you do that meditation training, Sahajsamadhi training, you should have some privacy in your room. റൂമിൽ ഇങ്ങനെ ആൾക്കാർ കയറി വരുന്ന റൂമിൽ ഇരുന്നോട്ട് നിങ്ങൾക്ക് സഹജസമാധി ട്രെയിനിങ് പഠിക്കാൻ പറ്റില്ല. കുറച്ച് സ്വസ്ഥതയുള്ള റൂം നിങ്ങൾക്ക് വീട്ടിലുണ്ടെങ്കിൽ സഹജസമാധി ഓൺലൈൻ പഠിച്ചാലും ഒരു കുഴപ്പമില്ല. ഇറ്റ് ഈസ് ഈക്വലി എഫക്റ്റീവ് ആൻഡ് സിലബസ് ഈസ് സെയിം ഫോർ Sahajsamadhi course. Online syllabus and offline syllabus are exactly same. For happiness program, online syllabus is slightly less. ഓഫ്ലൈൻ എവിടെ നടക്കുന്നത്? കോട്ടയത്താണോ? ഓഫ്ലൈൻ നിങ്ങൾ ഓരോരുത്തരുടെ ലൊക്കേഷൻ അനുസരിച്ച് www.artoding.org എന്നുള്ളത് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ
അതിനകത്ത് നിങ്ങളുടെ ലൊക്കേഷൻ പറഞ്ഞ പ്ലേസ് എറണാകുളത്താണ് പനമ്പള്ളി നഗറിൽ സ്ഥിരമായിട്ട് നടക്കുന്നത്. അവിടെ ഒരു വലിയ ആട്ടോറിയം ടവർ വലിയ ബിൽഡിംഗ് ഉണ്ട് ആട്ടോറിയത്തിന്റെ. അവിടെ റെഗുലറായിട്ട് ഈ കോഴ്സുകൾ നടക്കുന്നു. സഹസമാധി കോഴ്സ് ഞാൻ തന്നെ എടുക്കുന്നുണ്ട്. 24, 25, 26 3 ദിവസം വൈകുന്നേരം എടുക്കുന്നുണ്ട്. 2 മണിക്കൂറത്തെ കോഴ്സ് ഓൺലൈനായിട്ട് എടുക്കും. ഹാപ്പിനെസ് പ്രോഗ്രാം കോട്ടയത്തോളൊക്കെ എന്റെ അടുത്ത് എടുക്കാം. അല്ല, ഓൺലൈൻ കോഴ്സ് ഹാപ്പിനെസ് പ്രോഗ്രാം ഫെബ്രുവരി മിഡിൽ ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതുവരേക്ക് ഇവിടെ വേറെ ചില ന്യൂ പ്രോജക്ട്സ് ചെയ്യാറുണ്ട് കോട്ടയത്ത്. അതുകൊണ്ട് ഞാൻ ബിസി ആയിരിക്കും. സഹസമാധി 24, 25, 26 3 ദിവസം വൈകുന്നേരമാണ് ഇപ്പം വെച്ചിരിക്കുന്നത്. ഇന്നലെ ചിലർ പറഞ്ഞു രാവിലെ കൂടെ ആയിക്കൊള്ളാം. രാവിലെ ഒരു ബാച്ച്മാനെ വെക്കാം. അത് ഓൺലൈനാണ്. ഓൺലൈനിൽ വളരെ കുറച്ച് പേരെ നമ്മൾ ഓൺലൈനിൽ എടുക്കുകയുള്ളൂ. കാരണം അത് സഹസമാധി മെഡിറ്റേഷൻ കോഴ്സ് അത് കുറച്ച് അറ്റൻഷൻ വേണ്ടതാണ് ടീച്ചറിന്റെ. അതുകൊണ്ട് വളരെ കുറച്ച് പേരെ വെച്ചിട്ട് ഓൺലൈൻ കോഴ്സ് എടുക്കും. 4-5 പേര്. 2 കാര്യം. തിരുവനന്തപുരം ഈ ലിസ്റ്റിൽ ഒന്നില്ലല്ലോ. വേണ്ടായിരിക്കില്ല. ക്യാപിറ്റല് ഇല്ലായിരിക്കില്ല. 1 ഓഫ്ലൈൻ. തിരുവനന്തപുരത്തുണ്ട്. ബസ്സിന് താമസിക്കുന്ന സ്ഥലത്തിന്റെ പേര് പറഞ്ഞാൽ ഞാൻ കുറച്ച് കഴിയുമ്പോൾ എനിക്കൊരു വാട്സാപ്പ് മെസ്സേജ് ഇട്ട് ഞാൻ അവിടെയുള്ള കോഴ്സുകളുടെ ഡീറ്റെയിൽസ് നെറ്റിൽ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാം. ഞാൻ നെറ്റ് നോക്കി കണ്ടുപിടിക്കാം. ആർക്കും കണ്ടുപിടിക്കാവുന്നേ ഉള്ളൂ. പക്ഷെ നിങ്ങൾക്ക് പരിചയമില്ല. അതുകൊണ്ട് ഞാൻ സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ച് തരാം നിങ്ങളുടെ തൊട്ടടുത്ത്. അത് സഭാപതി അല്ല ചെയ്യുന്നത് അല്ലെ? ഓഫ്ലൈൻ കോഴ്സ് തിരുവനന്തപുരത്ത് ഞാൻ എടുക്കാറില്ല. ഓൺലൈൻ കോഴ്സ് ഈ സഹസമാധി ഞാൻ കോട്ടയത്ത് നിന്ന് എടുക്കുന്നത് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാം. അത് കുഴപ്പമില്ല. ഹാപ്പിനെസ് പ്രോഗ്രാം ഞാൻ എടുക്കുന്ന ഓഫ്ലൈൻ കോഴ്സ് കോട്ടയത്ത് എടുക്കാറുള്ളൂ. തിരുവനന്തപുരത്ത് എടുക്കാറുള്ളൂ. തിരുവനന്തപുരത്ത് വേറെ ടീച്ചേഴ്സ് ഉണ്ട്. എല്ലാ ടീച്ചേഴ്സും എന്റെ കൂടെ തന്നെ ട്രെയിൻഡ് ആണ്. ഇതെല്ലാം ട്രെയിനിങ്ങിന്റെ ഗുണം കൊണ്ടാണ് ടീച്ചേഴ്സ് ഒന്നാകുന്നത്. അപ്പൊ ഈ ഓൺലൈൻ ബാച്ചസ് വരുന്ന സമയത്ത് നമ്മുടെ ഗ്രൂപ്പിനകത്തൊന്ന് ഷെയർ ചെയ്തല്ലേ? എത്ര പേരാണ് ഇടുന്നത് അനുവദനീയമാണെന്ന് എനിക്ക് അറിഞ്ഞിട്ട്. കാരണം ഇതൊരു പലർക്കും ഇതൊരു ഇതായിട്ട് തോന്നുന്നു. നമ്മളെ ഒരു പ്രൊമോട്ട് ചെയ്യുന്നവരെ. ഞാൻ 2-3 months I think it's better to just 2-3 months ഇട്ട് കഴിഞ്ഞാൽ നന്നായിരിക്കും തോന്നുന്നു. ഓക്കെ അല്ലോ? തീരുമാനിച്ചു കഴിഞ്ഞു. അതിന്റെ ഞാൻ അയച്ചു തരാം. അത് നിങ്ങൾക്ക് ഇപ്പം താല്പര്യം ഉണ്ടെങ്കിൽ സഹസമാധി കോഴ്സ് ഇപ്പൊ തന്നെ ചെയ്യാം. ഞാൻ തന്നെ എടുക്കുന്ന ക്ലാസ് ചെയ്യാം. അതല്ല നിങ്ങൾക്ക് ഹാപ്പിനെസ് പ്രോഗ്രാമിന് ഓഫ്ലൈൻ വേണമെന്നുണ്ടെങ്കിൽ ഹാപ്പിനെസ് പ്രോഗ്രാം ഞാൻ സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ച് അറിയിച്ചു തരാം. നിങ്ങളുടെ അവിടെ തന്നെ ഉണ്ടാവും. അവിടെയൊക്കെ ഉണ്ട് ടീച്ചേഴ്സ് എല്ലായിടത്തും. ഇത് അറ്റൻഡ് ചെയ്തിട്ട് ഗ്രൂപ്പ് വേണമെങ്കിൽ സെപ്പറേറ്റ് ഉണ്ടാക്കിയിട്ട് അതിനകത്ത് ഇതുള്ള ഇൻഫർമേഷൻ ഷെയർ ചെയ്യാം. എന്നാലും അതും കൊള്ളാം. ഉണ്ടോ അറ്റൻഡ് ചെയ്തോട്ട് ലിസ്റ്റ് ഉണ്ടോ? ഉണ്ട്. ഞാൻ സ്ക്രീൻഷോട്ട് ഒക്കെ എടുത്തിട്ടുണ്ട്. ഓക്കെ. ഇന്നലെ ഇന്നും കൂടെ പങ്കെടുത്താണ്ട് ഒരു കോമൺ ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് അതിനകത്ത് ഇട്ടാലും കുഴപ്പമില്ല. നന്നായി. ഓക്കെ. ആർക്കെങ്കിലും ഈ വിഷയത്തിൽ എന്തെങ്കിലും ഹെൽപ്പ് ആണെങ്കിൽ ഐ ആം അവൈലബിൾ ഓൾ ദ ടൈം. അതായത് നിങ്ങൾക്ക് അവിടെ കോഴ്സ് ഉണ്ട് എവിടെ അങ്ങനെയൊക്കെ ഗൈഡ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊക്കെ ചെയ്യാം. പിന്നെ കോഴ്സ് ചെയ്തവർക്ക് വേണമെങ്കിൽ മറ്റ് ഫോളോ അപ്സ് എവിടെ അവൈലബിൾ ആണ് എല്ലാം. അത് കുഴപ്പമൊന്നുമില്ല. ഒരു കാര്യം കൂടെ മതി. ഈ കോഴ്സ് ഫീ റിവീൽ ചെയ്യാമോ? കോഴ്സ് ഫീ എന്ന് പറഞ്ഞാൽ ഈ ഹാപ്പിനെസ് പ്രോഗ്രാമിന് 1,800 രൂപയാണ് കോഴ്സ് ഫീ. 3 ദിവസത്തേക്ക് 2 മണിക്കൂർ വീതം. മറ്റേ സഹസമാധി കോഴ്സിന് 3000 രൂപയാണ് ഫീസ്. മെഡിറ്റേഷൻ കോഴ്സിന്. അതുകൊണ്ടെങ്കിൽ അതെ നമ്മൾ ഈ ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് അതിനകത്ത് ഡീറ്റെയിൽസ് ഇട്ടാൽ നന്നായിരുന്നു. ഇടാം. ഇത് ഇന്ത്യയിലെ ഫീസാ പറഞ്ഞത്. നിങ്ങളുടെ ആരെങ്കിലും വിദേശത്തൊക്കെ ഉണ്ടെങ്കിൽ ഫീസ് ഇതിനൊക്കെ 8-10 ഇരട്ടിയുണ്ട്. ഗൾഫിലൊക്കെ ഇതിനേക്കാൾ 8 ഇരട്ടിയാണ് ഫീസ്. ഓരോ രാജ്യത്തും ഓരോ ഫീസാ. ഇന്ത്യയിൽ വളരെ ലോ ഫീസാണ്. ഇന്ത്യയിലും പാകിസ്ഥാനിലും ശ്രീലങ്കയിലും ഒക്കെ ഫീസ് വളരെ കുറവാണ്. ഞാനേ ഇത് ഓൺലൈൻ കോഴ്സ് ചെയ്തെന്ന് വെച്ചോ, പിന്നീട് എപ്പോഴെങ്കിലും എനിക്ക് ഓഫ്ലൈൻ മോഡ് വരികയാണെങ്കിൽ അതിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റുമോ? തീർച്ചയായും. സഹസമാധി നിങ്ങൾ ഒരിക്കൽ ചെയ്താൽ നിങ്ങൾ തറവായി. പിന്നെ കോഴ്സ് റിപ്പീറ്റ് ചെയ്യേണ്ട അത്യാവശ്യമൊന്നുമില്ല. ഹാപ്പിനെസ് പ്രോഗ്രാം നിങ്ങൾ ഓൺലൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഓഫ്ലൈൻ ഒന്നും ചെയ്യുന്നതല്ല കുറച്ചു കാലം കഴിഞ്ഞിട്ട്. അല്ല, ഞാൻ ആലോചിക്കുന്നത് ഞങ്ങളുടെ ഇവിടെ ഒരു സെന്റർ ഉണ്ട്. ആ സെന്ററിൽ ഓർഗനൈസ് ചെയ്യാൻ പറ്റുമെന്നാണ് ഞാൻ നോക്കുന്നത്. അതാണ് ഏറ്റവും ഹാപ്പിനെസ് പ്രോഗ്രാമിന് ഏറ്റവും നല്ലതാണ്. സഹജം ഓഫ്ലൈൻ ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, സഹജം ഓഫ്ലൈനും ഓൺലൈനും syllabus is same. If you have a comfortable room at your home, you can do online also. പടയാട്ടിയുടെ ഇപ്പം താമസിക്കുന്ന എവിടെയാ? അപ്പൊ ഈ പറഞ്ഞ ഞങ്ങളുടെ അടുത്തുണ്ടെന്ന് പറഞ്ഞാൽ എറണാകുളത്തുള്ള കാര്യമാണോ? എറണാകുളത്ത് ഇഷ്ടം പോലെ ഉണ്ട്. ഈയിടെ നമ്മുടെ സുഹൃത്ത് ഒരാള് ഒരാള് നമ്മുടെ ബാച്ച്മേറ്റ് ഒരാൾ പറഞ്ഞു കോഴ്സിന്റെ കാര്യം അന്വേഷിച്ചായിരുന്നു അദ്ദേഹത്തിന്റെ കുട്ടിക്ക് വേണ്ടി. അപ്പൊ പറഞ്ഞപ്പോ അദ്ദേഹത്തിന്റെ വീട്ടിൽ തൊട്ടടുത്ത് തന്നെ എറണാകുളത്തെ സെന്റർ. ഞാൻ അവിടെ അഡ്രസ്സും
ആ കോഴ്സിന്റെ ഷെഡ്യൂളും രജിസ്ട്രേഷൻ ഡീറ്റെയിൽസ് ഒക്കെ അറിയിച്ചു കൊടുത്തു. അദ്ദേഹം ആളെ വിളിച്ച് ചെയ്യിച്ചു. അത് ചെയ്യാൻ പറ്റും. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ലെങ്കിൽ സമയം 9:30 എടുക്കുന്നു. സത്യത്തിൽ കോഴ്സിനെ കുറിച്ച് ഡിസ്കഷൻ വരുമെന്നുള്ള ഒരു പ്രിപ്പറേഷനിലല്ല ഞാൻ വന്നത്. എങ്കിലും ആർക്ക് വേണമെങ്കിൽ എപ്പോഴും വേണമെങ്കിൽ കോൺടാക്ട് ചെയ്യാം. നമ്മുടെ ഈ ബേസിക്കലി ഒരു ചെറിയ സമയത്ത് 5-6 ദിവസത്തിനുള്ളിൽ നമുക്ക് ഹാപ്പിനെസ് പ്രോഗ്രാം 6 ദിവസം, സമാധാനം 3 ദിവസം മതി. നമുക്ക് ഇത്തരം ഒരു ഫീൽഡിലേക്ക് എൻട്രി ചെയ്യുക, അത് വലിയൊരു ഭാഗ്യം തന്നെയാണ്. ആ ഭാഗ്യം എനിക്ക് കിട്ടിയോണ്ടാണ് ഞാൻ അതിനുവേണ്ടി പ്രവർത്തിക്കുന്നത്. അന്ന് പോലെ ഞാൻ വണ്ടിയല്ല 10-23 കൊല്ലം മുമ്പ്. അപ്പൊ അത് ഞാൻ ദുബായിലുണ്ടായിരുന്നു, ഒമാനിലുണ്ടായിരുന്നു, ഗുജറാത്തിലുണ്ടായിരുന്നു, കേരളത്തിലും 4 ഇതിന്റെ വളണ്ടിയറിംഗ് ആക്ടിവിറ്റി ചെയ്തിട്ടുണ്ട്. അപ്പം അതിന് കാരണം എന്താണ്? നമുക്കറിയാം അതിന്റെ ഗുണം. അത് അറിയാൻ മേലാത്തവരിൽ അത് എത്തിക്കുന്നത് കൊണ്ട് അവരുടെ ജീവിതത്തിൽ ഐശ്വര്യം ഉണ്ടാവും. ഐശ്വര്യം എന്താണ് പറയുന്നത്? അവരുടെ ജീവിതത്തിൽ സുഖകരമാവും. ഇതാണ് നമ്മുടെ മോട്ടിവേഷൻ. ഈ സഹജ് സമാധി കോഴ്സിൽ ഈ 2 മണിക്കൂർ അല്ലെ 1.5 മണിക്കൂറും ഫുൾ ടൈം നമ്മള് മെഡിറ്റേറ്റ് ചെയ്യണ പോലെ തന്നെ ഇരിക്കുകയാണോ ചെയ്യണേ കണ്ണടച്ച്? അല്ല, മെഡിറ്റേഷൻ 20 മിനിറ്റേ ഉള്ളൂ. ബാക്കി നോളജ്, മെഡിറ്റേഷനെ കുറിച്ചുള്ള ഗൈഡ് ലൈൻസും അറിവ്. നമുക്ക് ആദ്യമായിട്ട് മെഡിറ്റേഷൻ ചെയ്യുന്ന ഒരാൾക്ക് മെഡിറ്റേഷൻ തന്നെ ചെയ്യണമെന്ന് പറഞ്ഞാൽ അയാൾക്ക് പല കാര്യങ്ങളും അറിയാനുണ്ട്. അതിനെ കുറിച്ചുള്ള ക്ലാസ്സാണ്. ഞാൻ വിചാരിച്ച ഈ 2 മണിക്കൂർ ഇരിക്കേണ്ടി വരും. അപ്പം ഒരു മനുഷ്യന് ശരാശരി മനുഷ്യൻ 20 മിനിറ്റ് കൂടുതൽ മെഡിറ്റേറ്റ് ചെയ്യാൻ ആവശ്യമില്ല, ചെയ്യാൻ പാടില്ല. അത് കൂടുതൽ ഇരിക്കാനായിട്ട് സാമാന്യമായി മനുഷ്യന് റെസ്റ്റ്ലെസ് ആയി പോകും. ഒരു മണ്ടൻ ചോദിച്ചോട്ടെ. ഓരോ പ്രാക്ടീസിലും സഭാപതി ഇടയ്ക്കുമ്പോഴത്തേക്ക് സഭാപതി 20 മിനിറ്റ്സ് വീതം ചെയ്തല്ലേ പറ്റുള്ളൂ, കാരണം ട്രെയിൻ ചെയ്യുമ്പോഴത്തേക്ക്. അപ്പൊ അതെങ്ങനെ മാനേജ് ചെയ്യും? ഇപ്പൊ ഈ ലിബറേഷൻ പറഞ്ഞുകൊണ്ടാണോ? ഞാൻ ദിവസം ഞാൻ തന്നെത്താണ് ചെയ്യുന്നുണ്ട്. ഞാൻ ഈ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ ഞാനും പ്രാക്ടീസ് ചെയ്യുന്ന കാര്യങ്ങളത്. എന്താ ചോദിച്ചാൽ എനിക്ക് വ്യക്തമല്ല, സോറി. അല്ല, ഓരോ ദിവസം തന്നെ പല പ്രാവശ്യം 20 മിനിറ്റ്സ് വെച്ച് ചെയ്യേണ്ടി വരും. ഒരാൾക്ക് 20 മിനിറ്റ്സ് തന്നെ അധികമാണെന്ന് പറഞ്ഞപ്പം അതൊരു കൺഫ്ലിക്റ്റിംഗ്. ഒറ്റ ഇരിപ്പിനെന്നേ പറഞ്ഞു. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചെയ്യാം. അത് ശരി, വിത്ത് ബ്രേക്ക്. രാവിലെ സഹസമാധി മെഡിറ്റേഷൻ ചെയ്ത് വീട്ടിൽ നിന്ന് ജോലിക്ക് പോയി ഉച്ചയ്ക്ക് ലഞ്ചിന് തൊട്ട് മുമ്പ് ഓഫീസ് ചെയ്യുന്ന 20 മിനിറ്റ് മെഡിറ്റേറ്റ് ചെയ്യണമെങ്കിൽ 20 വേണം നിർബന്ധം ഞാൻ പറഞ്ഞു. മനസ്സിലായി. ഓക്കെ. ഏതായാലും സഭാപതി ഇങ്ങനൊരു സംഭവം ഉള്ള കാര്യത്തെക്കുറിച്ചൊരു ഇൻട്രൊഡക്ഷൻ തീർച്ചയായിട്ടും എല്ലാവർക്കും തന്നെ പങ്കെടുത്തവർക്ക് തീർച്ചയായിട്ടും കിട്ടിയിട്ടുണ്ട്. കാരണം ഇത് വായിച്ച് മനസ്സിലാക്കാനോ, ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ഇതെല്ലാം മനസ്സിലാക്കി എടുത്തു കഴിഞ്ഞ് അവസാനം ഇതിലേക്ക് എത്തുക എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കൊരു ഷോർട്ട് കട്ട് കിട്ടിയതുപോലെ ഉണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. മാത്രമല്ല ഈ ജീവിതത്തെക്കുറിച്ച് ഒരു കാഴ്ചപ്പാടില്ലേ, ആ ജീവിതത്തിൻ്റെ ഇതിനെക്കുറിച്ച് സത്യം പറഞ്ഞാൽ നമ്മളൊക്കെ ഒരുപാട് പേരും ഇപ്പം നഴ്സറി ലെവലിലാണ്. നമ്മളൊക്കെ PhD എത്തേണ്ടതാണ് ഈ പ്രായത്തിൽ, പക്ഷേ അവിടെ എത്തിയിട്ടില്ല. അപ്പോൾ ഏതായാലും നമ്മൾക്കൊരു ആ ഒരു ഇതിലേക്കുള്ള ഒരു പാത്ത് വേ എങ്കിലും കാണിച്ചു തന്നതിന് അത് എനിക്കുള്ള വളരെയധികം ഉപകാരപ്രദമായിട്ടുണ്ട്. കാരണം നമുക്ക് ഇതിൻ്റെയൊക്കെ എന്താണെന്നുള്ളതിനെ കുറിച്ചൊക്കെ നമുക്കിപ്പോൾ വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള രീതിയിൽ ഇപ്പോൾ വേറൊരാൾ പറഞ്ഞിരുന്നെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഇത്രയധികം സ്ട്രൈക്ക് ചെയ്യരുത്. ഇപ്പോൾ നമ്മളിലുള്ള ഒരാൾ തന്നെ നമ്മളോട് സംസാരിക്കുമ്പോൾ നമുക്ക് ആ ഒരു വിശ്വാസതയും കൂടി കൂടുതലുണ്ട്. മറ്റേതാകുമ്പോഴേക്കും നമ്മൾ ഒരു അപരിചിതനാണ് നമ്മളോട് പറയുന്നത് എന്നുള്ള മട്ടിൽ നമ്മൾ ചിലപ്പോൾ കേൾക്കുന്നവരാണ്. ഇതൊക്കെ സ്വഭാവം നമുക്കെല്ലാം. അപ്പോൾ ഏതായാലും അത് വളരെയധികം ഞാൻ പറയുന്നത് പ്രത്യേകിച്ച് ഈ പ്രായത്തിൽ എന്ന് പറയുമ്പോൾ 100,000 നമ്മൾ പ്രശ്നങ്ങളും അല്ലാതെ ആവശ്യമുള്ളത് ആവശ്യമില്ലാത്തതൊക്കെ ആയിട്ട് മനുഷ്യരിങ്ങനെ എല്ലാവരും പ്രശ്നക്കാരായി മാറിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ തീർച്ചയായിട്ടും ഇതൊരു വളരെ വിലപ്പെട്ട അറിവാണ് നമുക്ക് തന്നിട്ടുള്ളത്. വളരെ നന്ദി സഭാപതി. തീർച്ചയായിട്ടും ഇത് നമ്മളിതിൻ്റെ ഫോളോ അപ്പ് പലതരത്തിലും നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകണമെന്നാണ് ആഗ്രഹം. ഇതിനറിയാത്തവർക്ക് പോലും ഏതെങ്കിലും തരത്തിൽ അവർക്ക് പേഴ്സണലായിട്ടാണല്ലോ ഒക്കെ പറഞ്ഞ് ഇതിലേക്ക് എത്തിക്കാന്ന് ഒരു വൺസ് ഇൻ എ വീക്ക് ഒരു മെഡിറ്റേഷൻ ഈ നമ്മുടെ ഗ്രൂപ്പിന് മാത്രമായിട്ട് അറേഞ്ച് ചെയ്യും. പഠിച്ചു കഴിഞ്ഞാൽ എല്ലാ ദിവസവും മെഡിറ്റേറ്റ് ചെയ്യാം. വൺസ് ഇൻ എ വീക്ക് അതങ്ങനെയല്ല, ഗ്രൂപ്പായിട്ട് ചെയ്യും. പടയാട്ടി ഇതുപോലെ എന്നോട് ഇങ്ങനെ ഒരു ടോക്ക് എടുക്കണം എന്നും പറഞ്ഞ് ടോപ്പിക്കിന്റെ ഒരു ഏകദേശ കാര്യം ഡിസ്കസ് ചെയ്ത് അത് പറഞ്ഞപ്പോഴേ എനിക്ക് വളരെ സന്തോഷമായി. നമ്മുടെ കൂട്ടുകാരോട് ഷെയർ ചെയ്യുന്നതിന് വളരെ സന്തോഷമേ ഉള്ളൂ. ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് ദുബായിലായിരുന്നപ്പോൾ അവിടെ പല നാഷണാലിറ്റീസ് ഉള്ള പ്രോഗ്രാം അവിടെ ജോലി സ്ഥലത്ത് വെച്ച് തന്നെ ഞങ്ങളുടെ ഒഫീഷ്യൽ മീറ്റിംഗിന്റെ സമയത്ത് തന്നെ ഒരിക്കൽ ഈ സെഷൻ എടുത്തായിരുന്നു, ഇൻട്രോഡക്ടറി സെഷൻ. അപ്പൊ അതിനകത്ത് ഒരു ഇറാനിയൻ ഞങ്ങളുടെ ഒരു ഓപ്പറേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ മാനേജർ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. അങ്ങനെ ആഴ്ചകൾക്ക് ശേഷം എന്നോട് പറഞ്ഞു, നിങ്ങൾ അന്ന് ആ എടുത്ത സെഷൻ കൊണ്ട് അദ്ദേഹം ഒരു
ഇറാനിയൻ ഷിയാ മുഹമ്മദ് കോർന്ന് ഇവിടെ സെറ്റിൽഡ് ആണ്, ദുബായിൽ സെറ്റിൽഡ് ആണ്, ഫാമിലിയൊക്കെ ജർമ്മനിയിലാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞു എന്റെ പ്രയേഴ്സ്, അദ്ദേഹം ട്രഡീഷണൽ ആയിട്ടുള്ള പ്രയർ പ്രാർത്ഥനയ്ക്ക് പോകുമ്പോൾ ആ പ്രാർത്ഥനയുടെ ആഴം വളരെ കൂടിയെന്നാണ്. ഞാൻ ഒരു ഇൻട്രോഡക്ടറി സെഷൻ അറ്റൻഡ് ചെയ്തപ്പോൾ തന്നെ അദ്ദേഹം അത്രയും മാറ്റമുണ്ട്. ചില മനുഷ്യർക്ക് അങ്ങനെയാണ്, ഒരു സെഷൻ കൊണ്ട് തന്നെ ക്ലാസ് അറ്റൻഡ് ചെയ്യുമ്പോൾ ഞാനൊരു ഇതുപോലൊരു സെഷൻ ഓഫ്ലൈനാണ്, നേരിട്ട് ഞങ്ങളുടെ ഒഫീഷ്യൽ മീറ്റിംഗിന്റെ സമയത്ത് തന്നെ. അപ്പം അങ്ങനെയൊക്കെ ആൾക്കാരുടെ ജീവിതത്തിൽ ഇമ്പാക്ട് ഉണ്ടാകുന്നുണ്ട്. ഞാൻ എന്റെ കൊളീഗ്സ്, എന്റെ ബോസ്, എന്റെ സബോർഡിനേറ്റ്സ് എല്ലാം ഞാൻ ദുബായ് വർക്ക് ചെയ്യുന്ന മിക്കവരും 1-2 പേരൊഴികെ എല്ലാവരും നമ്മുടെ കോഴ്സുകൾ ചെയ്യുന്നത്. ചിലർ എന്റെ അടുത്താണ്, ചിലർ മറ്റ് ടീച്ചേഴ്സിന്റെ അടുത്താണ്, പക്ഷെ അവരൊക്കെ ചെയ്തില്ല. എന്റെ ബന്ധുക്കളും എല്ലാം. അപ്പൊ അത് നമുക്ക് അറിയാവുന്നവരുടെ ഇത് എത്തിക്കുന്നത് നമ്മുടെ ഒരു ആത്മാർത്ഥ ആഗ്രഹമാണ്. പിന്നെ അപരിചിതരെ വഴിയെ കാണുന്നവരോട് പറഞ്ഞ എത്രയോ പേർക്ക് ദുബായിലാണെങ്കിലും ഇവിടെയാണെങ്കിലും കോഴ്സ് ചെയ്തത്. ഇവിടെ ഞാൻ കേരളത്തിൽ വന്നിട്ടിപ്പം കുറച്ച് കാലമേ ഉള്ളൂ. സ്ഥലമൊന്നും ഞാൻ കേരളത്തിൽ അധികം ജീവിച്ചിട്ടില്ല. അപ്പൊ ഞാൻ വീട് വിടാന്തരം കുറച്ച് കൂട്ടുകാരും കുറെ വണ്ടിയേഴ്സുമായിട്ട് വീട് വിടാന്തരം കയറി ഇറങ്ങിയ ആൾക്കാരോട് പറഞ്ഞ് ഇവിടെ 50 പേരുടെ ഒരു കോഴ്സ് ഇവിടെ സംഘടിപ്പിച്ചു, ഒരു ഹോളൊക്കെ ബുക്ക് ചെയ്തു ഒരിക്കൽ. അത് കഴിഞ്ഞ് പിന്നെ 40 അങ്ങനെ പല ബാച്ചായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ ആദ്യം ചെയ്ത സംഭവം അതാണ് മേജർ. ഇപ്പൊ അടുത്ത ആഴ്ച ഇവിടെ ഒരു വലിയ പ്രോജക്റ്റ് വരുന്നുണ്ട്. അത് സാധാരണ മനുഷ്യർക്ക് വേണ്ടിയല്ല, അത് പറ്റിയ കാറ്റഗറിക്കുള്ള അതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ അത് ഞാൻ കഴിഞ്ഞിട്ടേ അറിയിക്കാം. ഞാൻ അതിന് അല്പം തിരക്കായിരിക്കും. സഹസമാധി കോഴ്സ് കഴിഞ്ഞാൽ പിന്നെ ഞാൻ 8-ാം തീയതി വരെ അതിന്റെ തിരക്കിലായിരിക്കും. നമുക്ക് ഒരുപാട് പ്രോജക്റ്റുകളുണ്ട്. കുറച്ചു നാൾ മുമ്പ് 2018 എനിക്ക് തോന്നുന്നു, 18 അല്ല 19 സഭാവതി പറഞ്ഞ് ഞാൻ ഒരിക്കലും ഹാപ്പിനെസ് പ്രോഗ്രാം ഞാൻ അറ്റൻഡ് ചെയ്തതാണ്. സഭാവതിയാണ് നിർബന്ധിച്ച് പറഞ്ഞു വിട്ടത്. അത് ഞാൻ അന്ന് മുതല് ഇടയ്ക്ക് ചുരുക്കം ചില സാഹചര്യങ്ങളിലൊക്കെ മിസ് ചെയ്തിട്ടുണ്ട്. എന്നാൽ പോലും എല്ലാ ദിവസവും തന്നെ ചെയ്യുന്നുണ്ട്. അത് സഭാവതിയോടാണ് എന്റെ കടപ്പാട്. ചെയ്തിട്ട് എന്ത് പ്രയോജനം ഉണ്ടെന്ന് സൂചിപ്പിക്കാം. തീർച്ചയായിട്ടും നല്ല വ്യത്യാസമുണ്ട്. എനിക്ക് വലിയ ടെൻഷനോ സ്ട്രെസ്സോ ഒന്നും ഒരുവിധം സാധാരണ കാര്യങ്ങളിലൊന്നും അങ്ങനെ ഉണ്ടാകാറില്ല. പിന്നെ ഈവൻ ഫിസിക്കൽ ഇതാണെ പോലും ചില പെയിൻ കാര്യങ്ങളൊക്കെ ഡെയിലി ചെയ്യുന്ന സമയത്ത് സുഖമായിട്ട് ഡൈല്യൂട്ടഡ് ആയിട്ട് മാറി. സൂസൻ പറഞ്ഞ കുട്ടി എല്ലാ ആഴ്ചയൊന്നും ഇല്ലെങ്കിൽ തന്നെ ഈ ഒരു പർട്ടിക്കുലർ ഗ്രൂപ്പിന് വേണമെങ്കിൽ 1 മാസം ഒരിക്കലും ആലോചിക്കുക. അല്ലാതെ എല്ലാ ആഴ്ചയിലൊന്നും അത് പ്രാക്ടിക്കലി നടക്കുന്ന കാര്യമല്ല. എല്ലാവർക്കും ഇത് അറ്റൻഡ് ചെയ്തവർക്ക് വേണ്ടിയുള്ള മറ്റേ ജനറൽ ഗ്രൂപ്പ് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഈ ബ്രദേഴ്സ് അപ്പൊ ഇങ്ങനെ ഇന്ന് അറ്റൻഡ് ചെയ്തവരുടെ ഗ്രൂപ്പ് പ്രസംഗം ഒന്ന് സ്റ്റാർട്ട് ചെയ്യുക, ലിസ്റ്റ് ചെയ്യാൻ തരാം. എന്നിട്ടും 2 ആഴ്ച ഒരിക്കലുള്ള സവാദിയുടെ ഒരു സെഷൻ വെക്കുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. സൂസന് ആൾറെഡി $60+ ഒരു പ്രാണായാമന്റെ കണ്ടിന്യൂ വർഷങ്ങളായിട്ട് കണ്ടിന്യൂ ചെയ്യുന്ന ഗ്രൂപ്പ് ഞാൻ അറ്റൻഡ് ചെയ്തിട്ടില്ല. പക്ഷെ അത് ഇറ്റ് ഈസ് എ ഗുഡ് പ്രോഗ്രാം. $60+ പിന്നെ വർഷങ്ങളായിട്ട് കണ്ടിന്യൂ ചെയ്യുന്ന പ്രോഗ്രാം ഉണ്ട്. ദാറ്റ്സ് എ ഗുഡ് പ്രോഗ്രാം. പ്രാണായാമമാണ്. അത് വളരെ അറ്റൻഡ് ചെയ്യുന്നു. നിങ്ങൾ NC മെമ്പർ ആയിട്ടിരിക്കുന്നത്? തുറന്നു പറയാം, കൂട്ടുകാരായതുകൊണ്ട് നമ്മള് ദീർഘകാലം ഇതിനകത്ത് വളണ്ടിയറായിട്ടും ടീച്ചറായിട്ടൊക്കെ പൊതിച്ച ഒരു അനുഭവം വെച്ചു. ഞാൻ മേജർ പ്രോജക്റ്റുകളും പലരും കോർഡിനേറ്റ് ചെയ്യുന്നുണ്ട്. ഉദാഹരണത്തിന് ബുർജ് ഖലീഫ പാർക്കില് ആദ്യമായിട്ടൊരു വലിയ ഇന്റർനാഷണൽ ഡേ ഓഫ് യോഗ ഓർഗനൈസ് ചെയ്യുന്നത് ഒരു കീ റോഡ്. ഞാൻ ദുബായിലെ ടീച്ചേഴ്സ് കോർഡിനേറ്റർ ആയിരുന്നു, ആർട്ട് ടീച്ചേഴ്സിന്റെ കോർഡിനേറ്റർ. ഞാൻ ഉദാഹരണം പറഞ്ഞു, അത് ഞങ്ങളെ ഇനിഷ്യേറ്റീവ് എടുത്താ. അപ്പൊ അങ്ങനെയുള്ള പല പ്രോജക്റ്റുകളും ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞെന്താ വെച്ചാൽ